അനുഗ്രഹിക്കപ്പെട്ടവനുമാണ്. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ സൗഖ്യത്തിലും ദിവ്യ ആരോഗ്യത്തിലും ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ സമൃദ്ധി അനുഭവിക്കും. എന്നെ ശക്തനാക്കുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവ് എനിക്ക് അധികാരം തന്നിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നോട് ഏറ്റു പറഞ്ഞവരെല്ലാവരും ആമേൻ പറഞ്ഞാട്ടെ. കർത്താവ് നമ്മളെ സകലത്തിലും സഹായിക്കുന്നതിന് നന്ദി പറയുന്നു. ദൈവം നമ്മളെ ഓരോ ദിവസവും ശക്തിപ്പെടുത്തുന്നു. വചനത്താലും പ്രാർത്ഥനയാലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചനകളാലും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവം നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കുന്നു. ദൈവം നമ്മളെ ഒരുക്കുന്നു, സഹായിക്കുന്നു. ഇന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ശക്തനാണ്. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിന്റെ തിരുവചനത്തിൽ മുമ്പാകെ പോകാം. ഇന്നലെ കേട്ട വചനങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ഏത് സന്ദർഭമാണ്? വചനത്താൽ അനുഗ്രഹം പ്രാപിക്കും. വചനത്താൽ നാം അനുഗ്രഹം കടബാധ്യതകളെ എല്ലാം മാറ്റുന്ന വിധത്തിലുള്ള വചനങ്ങള് നമ്മൾ ഇന്നലെ പഠിപ്പിച്ചു. എങ്ങനെ വചനം പറയണമെന്നാണ് ഞാൻ ഇന്നലെ പറഞ്ഞു ഓർക്കുന്നുണ്ടോ? വചനത്തിന്റെ കൂടെ പേര് ചേർത്ത് നമ്മുടെ ആവശ്യങ്ങളെ ചേർത്ത് അത് കിട്ടിയതായിട്ട് പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുവാൻ. ആമേൻ. നമ്മൾ ഇന്നലെ കേട്ട വചനവുമായിട്ട് ചേർത്ത് അത് ലഭിച്ചതിന് നന്ദി. ആ വചനം എപ്പോഴും കംപ്ലീറ്റ് ആയതാണ്. യേശു ക്രൂശിൽ മരിച്ചതോടെ, യേശു ക്രൂശിൽ വില കൊടുത്തതോടെ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതോടെ നമ്മുടെ സകല ആവശ്യങ്ങളും നിറവേറ്റപ്പെട്ടിരിക്കുന്നു. അത് നമ്മളിലേക്ക് വരുന്ന വഴിയാണ് വചന പ്രഖ്യാപനത്തിലൂടെ. ഇന്നും നമുക്ക് ദൈവ പ്രവർത്തികളെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. ദൈവം നമുക്ക് വേണ്ടി ഇന്ന് വചനമാകുന്ന എത്ര പേര് വചനം ഭക്ഷിച്ചു? സീനാ സിസ്റ്റർ ഇത് ഓർപ്പിച്ചതിന് നന്ദി. എത്ര പേര് വചനം ഭക്ഷിച്ചു? ആമേൻ. വചനം ഭക്ഷിച്ചവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവ് സകല കാര്യത്തിലെയും അനുഗ്രഹമാക്കി തീർക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നമ്മുടെ ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഉച്ചയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് കർത്താവ് എന്നോട് ആൽബിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം എന്നോട് പറഞ്ഞു. ആൽബിൻ, അങ്ങനെ ആൽബിൻ എന്ന് പറഞ്ഞ മകനുള്ള ആരെങ്കിലും സൂമിലോ? എന്റെ ചേട്ടന്റെ മകനാ. ആമേൻ. സൂമിൽ പങ്കുചേരുന്ന ഒരാളുണ്ട്. മറ്റാരെങ്കിലും മകനുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, മകനാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ സൂമിൽ പങ്കുചേരുന്ന ആർക്കെങ്കിലും മകൻ ആൽബിൻ എന്ന് പറഞ്ഞ അനിയന്റെ മോനല്ല, ഈ സൂമിലോ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ആൽബിന്റെ അമ്മ, അതാണ് ഞാൻ പറഞ്ഞത്. ആൽബിന്റെ അമ്മയോ അച്ഛനോ കേൾക്കുന്നുണ്ടെങ്കിൽ സൂമിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ കർത്താവിനോട് പറയാൻ പറഞ്ഞു. ആൽബിനെ ദൈവം തൊടും. അവൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അവൻ കർത്താവിലേക്ക് വഴിതിരിയുവാനുള്ള പദ്ധതികളെ ദൈവം അവൻ്റെ ജീവിതത്തിൽ ചെയ്യും. കർത്താവ് അവനെ തൊടും. ദൈവം അവന് വേണ്ടി പ്രവർത്തിക്കും. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. അവൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമാക്കി മാറ്റി. ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുകയാണ് അമ്മയോട് പറയുന്നു, കർത്താവ് അവനെ സൂക്ഷിച്ച് പരിപാലിച്ച് അനുഗ്രഹമാക്കി മാറ്റും. ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം വലിയ വലിയ സാക്ഷ്യങ്ങളൊക്കെയും വലിയ ദൈവപ്രവർത്തികളൊക്കെയും സൂമിലൂടെയും യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെ ആളുകൾ പറയുമ്പോൾ കർത്താവിൻ്റെ നാമം നമ്മളിൽ മഹത്വപ്പെടും. ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു സാക്ഷ്യം പോലും പറയാതെ പോകരുത്. സാക്ഷ്യം നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ അതേ വിഷമത്തിരിക്കുന്ന മറ്റൊരാൾക്ക് അതൊരു അത്ഭുതം നേടുവാൻ ഇടയായിത്തീരും. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകാം. ഇന്നത്തെ അനുഗ്രഹത്തിനായി ഞാനൊരു വാക്യം വായിക്കാം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അകത്തുനിന്ന് കർത്താവ് അധികാരത്തെ പറ്റി പറയുന്നുണ്ട്. അധികാരത്തെ പറ്റിയുള്ള ശുശ്രൂഷയാണ് ഇന്ന്. തിരിച്ചറിഞ്ഞോണം. അവിടെ മത്തായിയുടെ സുവിശേഷം നാം വായിക്കുന്ന സമയത്ത് അതിൻ്റെ 4-ാം അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, 8-ാം അധ്യായം മുതൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്. 7 മുതൽ ഞാൻ വായിക്കാം. നിങ്ങൾ പോകുമ്പോൾ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുപ്പിൻ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. നിങ്ങളിലൂടെ ദൈവപ്രവർത്തികൾ ഉണ്ടാകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. ശ്രദ്ധിച്ചോണം. ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം, രാജ്യത്തിൻ്റെ സുവിശേഷം. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് 3 വർഷം കർത്താവ് പ്രസംഗിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ബൈബിളിൽ നോക്കിയാൽ കാണാൻ പറ്റും. ദൈവരാജ്യമാണ്. ദൈവത്തിൻ്റെ രാജ്യം.
നമുക്കറിയാം നമ്മൾ ആയിരിക്കുന്ന രാജ്യം ഇന്ത്യ രാജ്യം. നിങ്ങൾ ലോകത്തിൽ ഏത് രാജ്യത്തായിരുന്നാലും ആ രാജ്യത്തിനൊരു നിയമമുണ്ട്. ആ രാജ്യത്തിനൊരു മിലിറ്ററി ഫോഴ്സ് ഉണ്ട്, എയർഫോഴ്സ് ഉണ്ട്. അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിൽ ഒരു ശക്തി അവർക്കുണ്ട്. ആ രാജ്യം എന്ന് പറയുന്നത് അതിൻ്റെതായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കണക്ട് ചെയ്ത ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും, ഇപ്പോൾ ചില രാജ്യങ്ങൾ വലിയ രാജ്യമായിരിക്കാം, പക്ഷെ അവർക്ക് മിലിറ്ററി ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് ഡിഫൻസ് ആയിക്കോ ഏതും ആയിക്കോട്ടെ, അതിൽ ശക്തി കുറവെങ്കിൽ ആ രാജ്യത്തെ വേഗത്തിൽ കീഴ്പ്പെടുത്താം. അവരുടെ സ്ട്രെങ്ത് ഇരിക്കുന്നത് മുഴുവനും അവരുടെ എങ്ങനെയാണ് അവർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നത് ആ സിസ്റ്റത്തിന്റെ ബലം അനുസരിച്ചാണ്. അത് ബലം കുറവാണെങ്കിൽ ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ മിലിറ്ററി ഫോഴ്സിന് ശക്തി ഉള്ളത് കൊണ്ടാണ്, അതിന് ബലമുള്ളത്, അതിൻ്റെ എയർഫോഴ്സ് ആയിക്കോട്ടെ, മിലിറ്ററി ആയിക്കോട്ടെ, നേവി ആയിക്കോട്ടെ, ഇവർക്കൊക്കെയും സ്ട്രെങ്ത് ആയിട്ട് ഇവരതിനെ നിൽക്കുന്നത് കൊണ്ടാണ് പല യുദ്ധങ്ങളിൽ നിന്നുമൊക്കെയും പൊരുതി ജയിക്കുവാൻ കഴിയും. സ്ട്രെങ്ത് ഉള്ളത് കൊണ്ട്, ആ രാജ്യത്തിന് കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ്. ആർക്ക് കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കുന്ന ശക്തി. അതേപോലെ ദൈവരാജ്യത്തിനും ശക്തിയുണ്ട്. ബൈബിൾ പറയുന്നത് ദൈവരാജ്യം നിൽക്കുന്നത് വാക്കിലല്ല ശക്തിയിലാണ്. അപ്പൊ നിങ്ങൾ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ രാജ്യം. ബൈബിളിൽ ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ഇരുട്ടിന്റെ അധികാരത്തിൽ നമ്മളെ വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യം, ദൈവത്തിന്റെ രാജ്യം. ഈ രാജ്യത്തിന്റെ സുവിശേഷമാണ് യേശു ക്രിസ്തുവിന്റെ മരണ പുനരുദ്ധാനത്തിലൂടെ നമ്മൾ പറയുന്നത്. യേശു രാജാവായി അവിടെ ഇരിക്കുന്നു. അപ്പൊ ദൈവരാജ്യത്തെ നിങ്ങൾ പറയുമ്പോൾ അവിടുത്തെ പ്രത്യേകത ഞാൻ പറയാം. ദൈവരാജ്യം ഒരു വ്യക്തി എവിടെ ഉയർത്തുന്നോ അവിടെ രോഗികൾ സൗഖ്യമാകും, മരിച്ചവർ ഉയർക്കും, കുഷ്ഠരോഗികൾ ശുദ്ധമാകുവിൻ, ഭൂതങ്ങൾ പുറത്താക്കുവിൻ, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഈ ബൈബിളിന്റെ ഒരു ലാംഗ്വേജ് വ്യത്യസ്തമാണ്. ഇവിടെ എല്ലാം പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മൾ അനുഗ്രഹം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നല്ലേ. ഒരു അത്ഭുതം വേണം, അത്ഭുതം നടക്കണം, അത്ഭുതകരമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരാൻ വേണ്ടിയാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ബൈബിള് പലപ്പോഴും നമ്മളോട് പറഞ്ഞിരിക്കുന്ന ശ്രദ്ധിച്ച് നോക്കി. നിങ്ങൾക്ക് 8-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ആ വാക്യം ഒന്ന് മാത്രം ആർക്കെങ്കിലും ഒന്ന് വായിക്കാൻ പറ്റുമോ? ഞാനത് മാർക്ക് ചെയ്തേക്കുന്നത് സൗജന്യമായി ലഭിച്ചു എന്നാണോ, ലഭിക്കൂ എന്നാണോ? ലഭിച്ചു, സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. ശ്രദ്ധിച്ചോണം, സൗജന്യമായി ലഭിക്കുമെന്നല്ല, സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. അപ്പൊ രണ്ട് കാര്യം ശ്രദ്ധിച്ചോണം. നിങ്ങൾക്ക് ലഭിച്ചത് കൊടുക്കാൻ പറ്റും, ലഭിച്ചവർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി ലഭിച്ചു എന്നതിന്റെ തെളിവ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ദൈവരാജ്യത്തെ പ്രസംഗിക്കണം. യേശുവിന്റെ രാജ്യം, ദൈവരാജ്യത്തെ പ്രസംഗിക്കുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ലഭിച്ചത് കൊടുക്കുവാൻ കഴിയും. ഇവിടെ ശ്രദ്ധിച്ചോണം, ഭൂതങ്ങളെ പുറത്താക്കുവിൻ എന്ന് ബൈബിള് പറയുക. കാസ്റ്റ് ഔട്ട് ദ ഡെവിൾ. ഭൂതങ്ങളെ പുറത്താക്കുവാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്. ഈ ഭൂതം എന്ന് പറഞ്ഞാൽ ബൈബിള് തന്നെ പറയുന്നുണ്ട് രോഗത്തിന്റെ ആത്മാവുണ്ട്. ഒരു സ്ഥലത്ത് കർത്താവ് ഒരു ശബത്ത് നാളിൽ പള്ളിയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, 18 സംവത്സരമായി സാത്താൻ കൂനിയാക്കി ബന്ധിച്ച ഒരു സ്ത്രീയെ പറ്റി പറയുന്നു. അപ്പൊ 18 വർഷമായിട്ട് കൂനി പിടിച്ച് കൂനിയായി ബന്ധിച്ചിട്ടേക്കുന്ന, രോഗബന്ധനത്തിലിട്ടേക്കുന്ന ദുരാത്മാവ് അല്ലെങ്കിൽ ഭൂതാത്മാവ് യേശു വന്നതിനെ പുറത്താക്കി. ഇനി മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഒരു പിതാവ് തന്റെ മകനെയായിട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അവൻ ഭൂതോപദ്രവത്തിലിരിക്കുക, പല രോഗത്തിൽ അവനെ വെള്ളത്തിലും തീയിലും തള്ളിയിട്ട് കൊല്ലാൻ നോക്കുന്ന ഒരു ദുരാത്മാവ്. അങ്ങനെ പല തരത്തിലെ ദുരാത്മാവ്, കുടുംബത്തിന്റെ അകത്ത് കലഹങ്ങൾ കൊണ്ടൊരു ദുരാത്മാവ്, ഗദനദേശത്തിൽ 6000 ഭൂതങ്ങൾ ഭ്രാന്തനാക്കിയ ഒരു മനുഷ്യൻ. അങ്ങനെ ഒത്തിരി സ്ഥലങ്ങളിൽ ഭൂതം ബാധിച്ചിരിക്കുന്ന, കെട്ടപ്പെട്ട് കിടക്കുന്ന ആളുകളെ കാണാൻ പറ്റും. ഈ ലോകത്തിൽ അങ്ങനെ ഒത്തിരി ഉണ്ട്. ചില കുടുംബത്തിന്റെ അകത്ത് പറയത്തില്ല, എപ്പോഴും വഴക്ക, അതിന്റെ പിന്നിലൊരു ദുരാത്മാവുണ്ട്. ചില കുടുംബത്തിന്റെ അകത്ത് കണ്ടിട്ടില്ല, എത്ര നന്മ കൊണ്ടെന്നാലും തികയത്തില്ല, അതിന്റെ പിന്നിലൊരു ദുരാത്മാവുണ്ട്. ചില സമയങ്ങളിൽ ചില രോഗത്തിന്റെ മറവിൽ നിൽക്കുന്ന ദുരാത്മാക്കളുണ്ട്. നമുക്ക് എത്ര മരുന്ന് കഴിച്ചാലും ചിലർ പറയും അതങ്ങോട്ട് മാറുന്നില്ല, എത്ര സ്കാൻ ചെയ്താലും ആ രോഗം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല, എത്ര നോക്കിയാലും മാറത്തില്ല. എന്നുള്ളത് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കളെ നാം പുറത്താക്കണം. ഇനി പുറത്താക്കുക എന്ന് പറഞ്ഞാൽ അവനേക്കാൾ ബലം നിങ്ങൾക്ക് വേണം. ശക്തനായ ഒരാളെ കീഴ്പ്പെടുത്തണമെങ്കിൽ ആ ശക്തനായ വ്യക്തിയേക്കാൾ നിങ്ങൾക്ക് ശക്തി ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് ഘോഷിപ്പിൻ. മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിന്റെ രാജ്യം,
ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഇരിക്കുന്ന പൗരന്മാർക്ക് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, ദൈവരാജ്യത്തിലുള്ളവൻ യോഹന്നാനേക്കാൾ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചതിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. പക്ഷേ ദൈവരാജ്യത്തിൽ ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം യോഹന്നാൻ ഏറ്റവും ചെറുതാണ്, അവനിലും വലിയവനാണ്. യോഹന്നാനേക്കാൾ വലിയവനാണ് ദൈവരാജ്യത്തിൽ ജനിക്കുന്നവൻ. എൻ്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങൾ ദൈവരാജ്യത്തിൽ ഇരുന്നുകൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നത്. ദൈവരാജ്യത്തിലേക്ക് കയറണമെങ്കിൽ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി നാം സ്വീകരിക്കുമ്പോൾ, കർത്താവിൻ്റെ വചനത്തെ നാം അംഗീകരിക്കുമ്പോൾ, അനുസരിക്കുമ്പോൾ നിങ്ങൾ ദൈവരാജ്യത്തിലിരിക്കുന്നു. ഇവിടെ പറയുകയാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു ഇത് പറയുന്ന സമയത്ത് ദൈവരാജ്യത്തിലോട്ട് കയറിയിട്ടില്ല, പക്ഷെ സമീപിച്ചിരിക്കുന്നു പറയാൻ പോയവരിലൂടെ തന്നെ ഭൂതങ്ങൾ വിട്ടുപോയെങ്കിൽ ഇതിൻ്റെ അകത്തിരിക്കുന്ന നിങ്ങളിലൂടെ എത്ര അധികം സംഭവിക്കും. ആമേൻ. വചനം പറയുന്നു, രോഗികളെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ. നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചത് സൗജന്യമായി കൊടുപ്പിൻ. ശ്രദ്ധിച്ചോണം, നിങ്ങൾക്ക് ലഭിച്ചു, കൊടുക്കണം. ആമേൻ. നമ്മൾ ശ്രദ്ധിച്ചോണം, ലഭിച്ചത് കൊടുക്കണം. അപ്പൊ നിങ്ങൾ ഓർത്തോണം, നിങ്ങളുടെ അകത്തിരിപ്പുണ്ട് ഭൂതങ്ങളെ പുറത്താക്കുവാനുള്ള അധികാരം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളൊരു സാക്ഷ്യമാണ്. പണ്ടൊരു സഹോദരി, നേരത്തെ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് സാക്ഷ്യം. എവിടെ ചെന്നാലും പുള്ളിക്കാരിക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, മെഡിക്കൽ ഫീൽഡാണ്, പക്ഷെ ജോലി ചെയ്യാൻ പറ്റത്തില്ല. 3 മാസം ജോലി ചെയ്താൽ 4-ാം മാസം വീട്ടിൽ ഇരിക്കുക, തല കറങ്ങി ബോധം കെട്ട് വീഴുക. കറക്റ്റ് 3-ാം മാസമാവും. എവിടെ ജോലി ചെയ്താലും നല്ല പെർഫോമൻസ് ആണ്, നന്നായിട്ട് ജോലി ചെയ്യും, പക്ഷെ 3-ാം മാസം പൂട്ടിക്കെട്ട് തിരിച്ചു വരേണ്ടി വരും. എവിടെ ചെന്നാലും ഉറക്കുന്നില്ല. ഭയങ്കര വിഷയം. നല്ല മിടിക്കുകയാണ്, പഠിക്കാനും ഒക്കെ മിടിക്കുകയാണ്, പക്ഷെ സ്ഥിരമായി നിൽക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു പ്രാർത്ഥനയിൽ പങ്കുചേർന്നപ്പോൾ ആ സഹോദരി മുമ്പിൽ വന്നപ്പം ആരാധനയുടെ മധ്യത്തിൽ അവളുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അവളുടെ മേലുള്ള ദുരാത്മാവ് വിട്ടുപോയി. നിങ്ങൾ എനിക്ക് തോന്നുന്നു 2 വർഷം മുമ്പ് ആ പെൺകൊച്ചി സാക്ഷ്യം വന്ന് എൻ്റെ അകത്ത് പറഞ്ഞതാണ്. അവൾക്ക് ജോലി ചെയ്യാൻ കഴിയത്തില്ല. 3 മാസം അവളെ ഇരുത്തത്തില്ല, 4-ാം മാസം അവളെ എന്ത് ചെയ്യും? രോഗിയാക്കി വീഴ്ത്തും. എന്നാൽ കർത്താവ് അവളുടെ മേലുള്ള ദുരാത്മാവിനെ പുറത്താക്കിയപ്പോൾ കർത്താവ് അനുഗ്രഹിച്ചു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ കാര്യം, നമ്മുടെ അറിയാത്ത ചിലത് നമ്മുടെ പിന്നിലുണ്ട്. അതിനെ പുറത്താക്കുവാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, യേശു നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഭൂതങ്ങളെ പുറത്താക്കുവാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് പറ. ഭൂതങ്ങളെ എന്നെക്കൊണ്ട് കഴിയും. രോഗികളെ സൗഖ്യമാക്കുവാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് പറ. രോഗികളെ സൗഖ്യമാക്കുവാൻ എന്നെ കൊണ്ട് കഴിയും. ആമേൻ. നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുന്നത് യേശുവേ സൗഖ്യമാക്കണമെന്ന്, അല്ലേ? യേശുവേ എന്നെ സൗഖ്യമാക്കണം, യേശുവേ എന്നെ തൊടണം, യേശുവേ എൻ്റെ കുടുംബത്തെ തൊടണം, യേശുവേ എൻ്റെ അവസ്ഥകളെ മാറ്റാൻ വേണ്ടി സഹായിക്കണം. പക്ഷെ കർത്താവ് പറഞ്ഞ് ശ്രദ്ധിച്ച് നോക്കി, 8-ാം വാക്യം ഒന്ന് വായിക്കുക. 8 മാത്രം ഒന്ന് വായിക്കാവോ? പയ്യെ സ്പീഡ് കുറച്ച് വായിക്കണേ. രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിൻ. കണ്ടോ? ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയേ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണോ പറയുന്നത്, സൗഖ്യമാക്കാനാണോ പറയുന്നത്? സൗഖ്യമാക്കാൻ. കണ്ടോ? വ്യത്യാസം മനസ്സിലായോ? നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവ് എൻ്റെ രോഗം മാറണേ, രോഗം മാറണേ, രോഗം മാറണേ. യേശു പറയാ സൗഖ്യമാക്കി പോയി. അതെന്താ അങ്ങനെ പറയാൻ കാര്യം എന്നറിയാവോ? ഞാൻ ഇന്നാൾ പറഞ്ഞു, ഒരു പോലീസ് ഓഫീസർ, SI പദവിയിലിരിക്കുന്ന ഒരു പോലീസ് ഓഫീസർ ഒരു സ്ഥലത്ത് വന്ന് വലിയ പ്രശ്നം നടക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ വന്ന്, ഇപ്പം മാർക്കറ്റിൽ കിടന്ന് വലിയ അടിപിടി നടക്കുക, അദ്ദേഹം അവിടെ വന്ന് അടിപിടി എല്ലാം കണ്ട് അദ്ദേഹം തിരിച്ചു പോയിട്ട് അദ്ദേഹത്തിൻ്റെ മേലുദ്യോഗസ്ഥനോട് പറയും, അവിടെ വലിയ അടി നടക്കുക, എന്നാ ചെയ്യും എന്ന് പറഞ്ഞാൽ മേലുദ്യോഗസ്ഥൻ എന്നാ പറയും? അറിയത്തില്ല, ഞാൻ പറഞ്ഞുതരാം. നീ SI എന്ന അധികാരം ഉപയോഗിച്ച് അവരെ അറസ്റ്റ് ചെയ്യാൻ പറയും. ആ പ്രശ്നം ഉണ്ടാക്കുന്നവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുവാൻ. അപ്പൊ SIക്ക് അറിയാം, ഞാൻ അവിടെ ചെന്ന് പരാതി പറയേണ്ടവനല്ല, അറസ്റ്റ് ചെയ്യാനുള്ളവനാ. മനസ്സിലാകുന്നുണ്ടോ? യേശു നമുക്ക് അധികാരം തന്നത് രോഗം മാറണേന്ന് പ്രാർത്ഥിക്കാനല്ല, രോഗത്തെ അറസ്റ്റ് ചെയ്യുവാനാണ്. മനസ്സിലാകുന്നുണ്ടോ? രോഗത്തിന്റെ പിന്നിലെ ദുരാത്മാക്കളെ അറസ്റ്റ് ചെയ്യുവാനാണ് നമുക്ക് അധികാരം തന്നിരിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? ക്രിസ്തുവിനെ ഉയർത്തണം. ദൈവരാജ്യത്തെ നാം ഉയർത്തുമ്പോൾ, ദൈവത്തെ നാം ഉയർത്തുമ്പോൾ ബൈബിൾ പറയുന്നു നമുക്ക് അധികാരം വെളിപ്പെടും. ഈ ദിവസങ്ങളിൽ
രോഗികളായി ഭാരപ്പെടുന്നവരോട് പറയാം, ഞാൻ യേശുവിന്റെ നാമത്തിൽ എൻ്റെ മേലുള്ള രോഗത്തെ ഞാൻ സൗഖ്യമാക്കുന്നു എന്ന് പറയണം. അയ്യോ ബ്രദറെ, അതിന് നമ്മൾ ദൈവമൊന്നും അല്ലല്ലോ. മനസ്സ് പറയും നമ്മൾ ദൈവമൊന്നും അല്ലല്ലോ. കർത്താവ് പറയുക രോഗികളെ സൗഖ്യം ആക്കുവിൻ. അതിൻ്റെ അർത്ഥം ആർക്കെങ്കിലും എന്ന് പറയാൻ പറ്റുമോ? യേശു പറയുക ഒരു രോഗി നിങ്ങൾ അടുത്തിരിക്കുക, യേശു കസേരയിട്ട് ഇവിടെ ഇരിക്കുക, നിങ്ങൾ അവിടെ നിൽക്കുക. യേശു പറയുക പോയി രോഗിയെ സൗഖ്യമാക്കുവിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? രോഗിയെ സൗഖ്യമാക്കാനുള്ള അധികാരം നമ്മൾ തന്നിട്ടുണ്ടെന്ന്. ആമേൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. ഭൂതങ്ങളെ പുറത്താക്കുവിൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? നിങ്ങളിൽ അവനെ ഭൂതങ്ങളെ പുറത്താക്കാനുള്ള അധികാരം നിങ്ങളിലുണ്ട്, തന്നിട്ടുണ്ട്. ആമേൻ. അപ്പൊ ഭൂതങ്ങളെക്കാൾ ശക്തി നിങ്ങൾക്കുണ്ടെന്ന് അതിന്റെ അർത്ഥം. പിശാചിനേക്കാൾ ബലം നിങ്ങൾക്കുണ്ടെന്ന അർത്ഥം. ദുരാത്മ ശക്തിയേക്കാൾ ബലം നിങ്ങൾക്കുണ്ട്. ആ അർത്ഥം തിരിച്ചറിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്തോണം? ഇന്ന് മുതൽ പറയണം, പുറത്താക്കിക്കോണം. കുടുംബത്തിന്റെ അകത്ത് ഞെരുക്കം കൊണ്ടുവരുമ്പോൾ, സാമ്പത്തികമായിട്ട് ഉയരാൻ കഴിയാതെ ഞെരുക്കം കൊണ്ടുവരുമ്പോൾ യേശുവിന്റെ നാമത്തിൽ സാമ്പത്തിക ഞെരുക്കത്തെ ഞാൻ പുറത്താക്കിയിട്ട് നന്മയെ ഞാൻ വിളിച്ചു വരുത്തുന്നു. യേശു എനിക്ക് അധികാരം തന്നിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് പലപ്പോഴും നമ്മൾ അറിയാതെ അടിപിടി കിടക്കുന്ന ചന്തയിൽ പോയിട്ട്, മാർക്കറ്റിൽ പോയിട്ട് അതെല്ലാം കണ്ടു തന്നിട്ട്, ഇവിടെ ഭയങ്കര അടിപിടിയാണല്ലോ, ഞാൻ എന്നാ ചെയ്യും, എൻ്റെ ദൈവം അല്ലെങ്കിൽ എൻ്റെ മേലുദ്യോഗസ്ഥനെ വിളിച്ചിട്ട് ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇതാ അവസ്ഥ. അല്ല, അറസ്റ്റ് ചെയ്യുവാൻ അധികാരമുണ്ട്. നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കുന്ന രോഗത്തെ അറസ്റ്റ് ചെയ്യുവാൻ യേശു നിങ്ങൾക്ക് അധികാരം തന്നിട്ടുണ്ട്. മനസ്സിലാകുന്നുണ്ട്? നിങ്ങൾക്ക് അധികാരമുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചത് സൗജന്യമായി കൊടുപ്പിൻ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ലഭിച്ചു, കൊടുക്കൂ. നിങ്ങളുടെ അകത്തിരിക്കുന്നത് കൊണ്ടാണ് ലഭിച്ചു എന്ന് പറയാൻ കാരണം. ആമേൻ. ഇപ്പൊ ഞാനിപ്പം ജോളിവതന്റെ വീട്ടിലോട്ട് വന്നെന്നിരിക്കട്ടെ. അദ്ദേഹത്തിന് ഇപ്പം എനിക്ക് തരാനുള്ള ആഹാരം അദ്ദേഹത്തിന് ആരോ കൊടുത്തു. അതിൽ അദ്ദേഹത്തിന് ലഭിച്ചെങ്കിൽ അദ്ദേഹം എന്നോട് പറയാം, ബ്രദറിന് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ ഇല്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പറ്റുമോ? ഇല്ല. ലഭിച്ചാൽ കൊടുക്കണം. നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശരീരത്തിനോട് പറയാം, എനിക്ക് വേദനയുണ്ട്, രോഗമുണ്ടെങ്കിൽ എനിക്ക് ലഭിച്ചു അധികാരം, സൗഖ്യമാക്കുവാനുള്ള അധികാരം. ഞാൻ കൈവച്ചിട്ട് പറയണം, യേശുവിന്റെ നാമത്തിൽ ഞാൻ രോഗത്തെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു നോക്കിക്കേ. ഈ ബ്രദറെ, എന്നാലൊരു കോൺഫിഡൻസ് ഇല്ല. തിരിച്ചറിയണം. നമുക്ക് ഈ പോലീസ് ട്രെയിനിങ്ങിനൊക്കെ ചെല്ലുന്ന സമയത്ത് സാധാരണക്കാരായ നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യരാണ് അവിടെ ചെല്ലുന്ന. ട്രെയിനിങ്ങിന് ചെല്ലുമ്പം ട്രെയിനിങ് സ്ഥലത്ത് അവർ പഠിപ്പിക്കും, നീ ഒരു പോലീസ് ഓഫീസറാ, അല്ലേ? പറഞ്ഞു പഠിപ്പിക്കുക. ഒരു സാധാരണക്കാരനായ അതുവരെ കവലയിൽ കൂടെ കറങ്ങി നടന്ന് കൂട്ടുകാരുടെ കൂടെ തോളെ കൈയിട്ട് അവിടെ എല്ലാ കടകളിലൊക്കെ പോയി ആ സാധനമൊക്കെ മേടിച്ചുകൊടുന്ന് വീട്ടിലിരുന്ന സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ട്രെയിനിങ് കൊടുക്കുക. നീ ഒരു പോലീസ് ഓഫീസറാ. മനസ്സിലാകുന്നു അതിന്റെ അർത്ഥം? ഇന്നു മുതൽ ഒരു അധികാരം ഞാൻ നിനക്ക് തരികയാണ്, ഗവൺമെന്റ് തരിക. അതേപോലെ യേശു പറയുകയാണ്, രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കുവിൻ, കുഷ്ഠരോഗികളെ ശുദ്ധമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ. സൗജന്യമായി ലഭിക്കും എന്നല്ല, ലഭിച്ചു, സൗജന്യമായി കൊടുക്കുവിൻ. നിങ്ങൾക്ക് മനസ്സിലായോ? അവൻ ഈ ഒരു സമയങ്ങളിൽ, ഈ ഒരു ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, എൻ്റെ മേൽ സൗഖ്യമാക്കുവാനുള്ളൊരു അധികാരമുണ്ട്. യേശു പറഞ്ഞതാണേ. യേശു പറഞ്ഞാൽ എത്ര പേരത് ചെയ്യും? അപ്പൊ നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും വിഷയത്തിൽ ആരെങ്കിലും കൂടെ പറയാം, ഭയങ്കര പ്രശ്നം, ഒന്നിട്ട് ഗതി പിടിക്കുന്നില്ലെന്ന് നിങ്ങളോ നിങ്ങളുടെ ചുറ്റുമുള്ള ആരെങ്കിലും പറഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് യേശുവിന്റെ നാമത്തിൽ നന്മ പ്രാപിക്കുവാൻ തടസ്സമായി മറഞ്ഞിരിക്കുന്ന സകല പിശാചുക്കളെ ഞാൻ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു. ഇത് പറയുമ്പോൾ നിങ്ങൾക്കറിയത്തില്ലായിരിക്കും, പക്ഷെ പിശാചിനറിയാം, അവനറിയാം. അധികാരമുള്ളവനെ പറയാൻ പറ്റത്തുള്ളൂ, അധികാരമുള്ളവനെ പറയുവാൻ കഴിയത്തുള്ളൂ.
ഈ ദിവസങ്ങളിൽ അധികാരത്തോടെ ഒന്ന് പറയണം, എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം തരാത്ത സകല വിഷയത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പുറത്താക്കുന്നു, ഞാൻ പുറത്താക്കുന്നു എന്ന് പറയണം. അപ്പൊ ഞാനെന്ന് പറഞ്ഞ കുഴപ്പമുണ്ടോ ബ്രദറെ? ഞാനെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അതിന്റെ കാരണം അധികാരം ലഭിച്ച ആളാണ് ഈ ഞാൻ. അതുകൊണ്ടാണ് യേശു പറഞ്ഞപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ പോകുമ്പോൾ. അപ്പൊ എന്റെ കൂടെ പറഞ്ഞേ, ഞാൻ പോകുമ്പോൾ. അവിടെ ഞാൻ വന്നതുണ്ടോ? അപ്പൊ നിങ്ങൾ നിൽക്കും, ബ്രദറെ ഞാനെന്നുള്ളൊരു വാക്ക് ദൈവത്തിന് മാത്രമേ എടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഞാനെ പറ്റി അല്ലേ ഞാൻ ഇവിടെ പറയുന്നത്, അധികാരം ലഭിച്ചവരെ പറ്റിയാ. രോഗികളെ സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനും ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്ത് നമ്മൾ പ്രഖ്യാപിക്കാറുണ്ടല്ലേ. അപ്പൊ അധികാരത്തിലുള്ളവരാണ് നിങ്ങളും ഞാനും, അധികാരം ലഭിച്ചവരാണ് നിങ്ങളും ഞാനും. അധികാരത്തെ നാം ഉപയോഗിക്കുമ്പോൾ ബൈബിൾ പറയുന്നു നിങ്ങളിൽ വെളിപ്പെട്ടു വരും. ആമേൻ. അപ്പൊ നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോണം, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ ഒരു പ്രവൃത്തി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കല്ല, ചിലതിനെ അറസ്റ്റ് ചെയ്യുവാൻ അധികാരമുണ്ട്. ഞാൻ ഇന്നാള് പറഞ്ഞായിരുന്നു, പല പ്രാർത്ഥനകളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി ദൈവത്തോട് നിലവിളിച്ചിട്ടും കരഞ്ഞിട്ടും നടക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയോ? ദൈവം കാണാഞ്ഞിട്ടല്ല, കർത്താവ് നോക്കുക ഞാൻ തന്ന അധികാരം എന്ത് ചെയ്യും. അറസ്റ്റ് ചെയ്യേണ്ട ആൾ അവിടെ പോയി കരഞ്ഞുകൊണ്ടിരിക്കുക. അറസ്റ്റ് ചെയ്യേണ്ട ആൾ അറസ്റ്റ് ചെയ്യാതെ അവിടെ പോയി കരയുക. ഈ ദിവസങ്ങളിൽ കൈവച്ച് പറയണം, ആ രോഗത്തോട് പറയണം, രോഗബന്ധത്തിൽ പറയണം, യേശുവേ അങ്ങയുടെ നാമത്തിൽ ഞാൻ സൗഖ്യമാക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഞാൻ സൗഖ്യമാക്കുന്നു, യേശുവിന്റെ നാമത്തിൽ ഞാൻ ഭൂതത്തെ പുറത്താക്കുന്നു. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളെ നോക്കരുത്. ഇപ്പൊ ഒരു SI വന്നിട്ട് പറയും, ഞാൻ പറഞ്ഞാൽ കവലെ കിടന്ന് അടി കൂടുന്നമാര് കേൾക്കുവോ എന്നൊരു SI പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? അദ്ദേഹത്തിന് അതിനുള്ള കഴിവില്ല. അദ്ദേഹം ഒട്ടിക്കുന്ന ഒരു യൂണിഫോമിന് ഒരു പവർ ഉണ്ട്. അത് കാണുമ്പോൾ തന്നെ കവലെ കിടന്ന് അടി കൂടുന്നവരെല്ലാം എന്ത് ചെയ്യും? ഓടിപ്പായും അല്ലേ. ഇനി ആ SI ജീപ്പൽ ഒറ്റയ്ക്കാണെങ്കിൽ പോലും 100 പേര് അടിയുണ്ടാക്കിയാലും 100 പേരും ചെതറി ഓടും. കാരണം അയാൾ ധരിച്ചിരിക്കുന്ന ഒരു യൂണിഫോമിന് ഒരു പവർ ഉണ്ട്. അതേപോലെ ദൈവരാജ്യത്തിന് ഒരു ശക്തിയുണ്ട്. ആ ദൈവരാജ്യത്തിന്റെ ശക്തിയിൽ നിന്നുകൊണ്ടാ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തി വിളിച്ചു പറയണം, ഈ ബ്രദറെ ഞാൻ എന്ന വ്യക്തി അവിടെ തോർത്തോണം, ഞാൻ എന്ന വ്യക്തി അധികാരത്തിലിരിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു അധികാരത്തിന്റെ കീഴിൽ വരിക എന്നുള്ളത്. അതുകൊണ്ട് ഇന്ന് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ആമേൻ. ഇപ്പൊ വചനം പറയുന്നു നിങ്ങൾക്ക് പുറത്താക്കുവാൻ അധികാരമുണ്ട്. തിരിച്ചറിഞ്ഞോണം, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം വരാത്ത വിഷയത്തെ നോക്കിയിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ മനസമാധാനം തരാത്ത വിഷയത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു. പുറത്താക്കുമ്പോൾ അത് പുറത്തു പോകും. നിങ്ങൾക്ക് അധികാരമുണ്ട്, ശുദ്ധമാക്കുവാൻ അധികാരമുണ്ട്, പുറത്താക്കുവാൻ അധികാരമുണ്ട്, സൗഖ്യമാക്കുവാൻ അധികാരമുണ്ട്. ഇത് ലഭിച്ചത് സൗജന്യമായി ലഭിച്ചതാണ്, വില കൊടുത്ത് മേടിച്ചതല്ല. നമുക്ക് വില കൊടുത്ത് മേടിച്ചതല്ല, കർത്താവായ യേശു വില കൊടുത്ത് നമുക്ക് നേടിത്തന്നതാണ്. നമുക്ക് സൗജന്യമാണ്. ആമേൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞോണം, കർത്താവിലുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു, യേശുവിലുള്ള നിങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങൾക്ക് അധികാരമുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ഞാൻ പറഞ്ഞാൽ സംഭവിക്കുമെന്ന് പറ. ഞാൻ പറഞ്ഞാൽ സംഭവിക്കും. ഞാൻ പറഞ്ഞാൽ സൗഖ്യമാകുമെന്ന് പറ. ഞാൻ പറഞ്ഞാൽ സൗഖ്യമാകും. ഞാൻ പറഞ്ഞാൽ ഇത് പുറത്താകുമെന്ന് പറ. ഞാൻ പറഞ്ഞാൽ സൗഖ്യമാകും. ഞാൻ പറഞ്ഞാൽ പുറത്താകും. ഞാൻ പറഞ്ഞാൽ പുറത്താകും. സംശയമുണ്ടോ? ഞാൻ പറഞ്ഞാൽ പുറത്താകും. ഇല്ല, ഒരു സംശയമില്ല. ആമേൻ. ഇത് നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞോണം. ഈ വചനം വേണേ സേവ് ചെയ്ത് വെച്ചിട്ട് ഓർത്തോണം. ഈ സംശയം വരുമ്പം ഓർത്തോണം, സംശയം വരാൻ കാരണം ഞാൻ എന്നെ നോക്കുന്നുണ്ട്. സംശയം എനിക്ക് വരാൻ കാരണം എന്നെ നോക്കുന്നുണ്ട്. സംശയം വരാതിരിക്കണം എന്നെ ചെയ്യണം? യേശുവിനെ നോക്കുക. യേശുവെ അങ്ങ് പറഞ്ഞിട്ടാ ഞാൻ ചെയ്യുന്നത്. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, യേശുവെ അങ്ങ് പറഞ്ഞിട്ടാ ഞാൻ ചെയ്യുന്നത് പറ. യേശുവേ അങ്ങ് പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്യുന്നത്. യേശുവിന്റെ വാക്കിൽ ബലപ്പെടണം. മനസ്സിലാവും? ഇപ്പൊ കർത്താവ് തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയക്കുക, നിങ്ങൾ പോയി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നത് ഘോഷിപ്പിൻ.
രോഗികളെ സൗഖ്യമാക്കുവിൻ, മരിച്ചവരെ ഉയർപ്പിക്കും, കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുവിൻ, ഭൂതങ്ങളെ പുറത്താക്കുവിൻ എന്ന് കർത്താവ് പറഞ്ഞു വിടുമ്പോൾ ശിഷ്യന്മാരോട് ആരെങ്കിലും വഴിപോക്കം ചോദിക്കുക, എന്നാ തെളിവ്? നിങ്ങൾ പറഞ്ഞാൽ രോഗം സൗഖ്യമാകുമെന്ന്, ഭൂതം പുറത്തു പോകുമെന്ന്, മരിച്ചവർ ഉയർക്കുമെന്ന്, കുഷ്ഠരോഗി ശുദ്ധമാകുമെന്ന്, എന്നാ തെളിവ്? തെളിവ് കാണിക്കാൻ പറഞ്ഞു. തെളിവ് എന്നാന്ന് ചോദിച്ചാൽ യേശുവിന്റെ വാക്കാണ് തെളിവ്. യേശുവിന്റെ വാക്കാണ് എന്റെ ബലം. അതാണ് വചനം. അതാണ് വചനം. അതുകൊണ്ട് വചനത്തിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ സൗഖ്യമാക്കും. വചനത്തിൽ പറഞ്ഞുകൊണ്ട് ഭൂതമേ നീ വിട്ടു പോയിരിക്കും. തലമുറകളെ പിടിച്ചു കെട്ടിവെച്ചിരിക്കുന്ന പിശാചുക്കൾ വിട്ടുപോയിരിക്കും. നന്മയെ തടസ്സപ്പെട്ടു കിടക്കുന്ന സകലതും പിടിച്ചു വിട്ടു പോയി. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് ദൈവം അധികാരം തന്നിട്ടുണ്ട്. ആമേൻ. അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ഇവിടെ ഉപയോഗിക്കാതിരുന്നുകൊണ്ട് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ കാണാൻ കഴിയത്തില്ല. ലഭിച്ചത് കൊടുക്കാതെ, ശ്രദ്ധിച്ച, ലഭിച്ചത് കൊടുക്കാതെ എന്ത് ചെയ്യാൻ കഴിയത്തില്ല? കാണാൻ കഴിയത്തില്ല. എനിക്ക് കിട്ടി, പക്ഷെ കൊടുക്കുന്നില്ലെങ്കിൽ അത് കാണാൻ കഴിയത്തില്ല. കർത്താവ് ഒരു ഉപമ പറയുന്നുണ്ട്. താലന്തിന്റെ ഉപമ നമുക്കറിയാം. സുവിശേഷം വായിക്കുന്ന സമയത്ത് അവിടെ താലന്തിന്റെ ഉപമയുണ്ട്. 5 റാന്തൽ കിട്ടിയവനുണ്ട്, 3 റാന്തൽ കിട്ടിയവരുണ്ട്, 1 താലന്ത് കിട്ടിയവനുണ്ട്. അവൻ എന്ത് ചെയ്തു? 5 കിട്ടിയവൻ അത് വാണിഭം ചെയ്തു. 1 കിട്ടിയവൻ എന്ത് ചെയ്തു? ഓർമ്മയുണ്ടാർക്കില്ല. 1 കിട്ടിയവൻ അത് എന്ത് ചെയ്തു? അതായത് 1 കിട്ടിയവൻ കുഴിച്ചിട്ടപ്പം തിരിച്ചു വന്നപ്പം കർത്താവ് പറഞ്ഞു, കഠിന മനുഷ്യൻ. മനസ്സിലാകുന്നുണ്ടോ? ഈ അധികാരം കിട്ടിയിട്ട് നിങ്ങൾ എൻ്റെ കർത്താവേ, എന്നെ രക്ഷിക്കണവേ, എന്നെ സൗഖ്യമാക്കണവേ, എന്നെ വിടിവിക്കണവേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് നിങ്ങൾ കഠിന മനുഷ്യനാ. കർത്താവ് തന്നത് കുഴിച്ചിട്ടവൻ സമമാണ്. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? പിടി കിട്ടിയോ? കർത്താവ് വന്നിട്ട് ചോദിക്കും, ഞാൻ തന്ന ആ താലന്ത് എന്ത് ചെയ്യേ? അപ്പൊ നിങ്ങൾ പറയും, എൻ്റെ കർത്താവെ, ബൈബിളിൽ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ സാധാരണ റേഷൻ കാർഡിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് വരുന്ന സാധാരണക്കാരൻ, എന്നെ കൊണ്ട് വല്ലതും പറ്റുമോ? കർത്താവ് പറയും, കഠിന മനുഷ്യ, നീ എൻ്റെ വാക്കിനെ തിരസ്കരിക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ നീ രോഗിയെ സൗഖ്യമാക്കും, നീ ഭൂതത്തെ പുറത്താക്കും, നീ കുഷ്ഠരോഗിയെ ശുദ്ധമാക്കും, നീ മരിച്ചവനെ ഉയർപ്പിക്കും. ഞാൻ പറഞ്ഞതില്ലേ? നീ കൊടുത്തു നോക്ക്. കൊടുത്താൽ എന്നാ സംഭവിക്കുന്ന അറിയാവോ? നമ്മുടെ നാട്ടിലൊരു പ്രത്യേകത, ലോകത്തിൽ ഏതിനും പ്രത്യേകതയാണ്, എടുക്കും തോറും കുറയും. നിങ്ങൾക്കിപ്പോൾ 1 കിലോ അരിച്ചാക്ക് അല്ലെങ്കിൽ 10 കിലോയുടെ ഒരു അരിച്ചാക്ക് നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതിങ്ങനെ എടുക്കും തോറും എന്ത് ചെയ്യും? വർദ്ധിക്കത്തില്ല, കുറയും. ദൈവരാജ്യത്തിന്റെ പ്രത്യേകത എടുക്കും തോറും വർദ്ധിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഏലിയാവിന്റെ സറാഫാത്തിലെ വിധവയുടെ വീട്ടിൽ പോയിട്ട് ഒഴിക്കും തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ നന്മ, ഓവർഫ്ലോ എന്നാ പറയുന്നത്. നിങ്ങൾ കൊടുക്കും തോറും വർദ്ധിക്കും. നിങ്ങളുടെ സ്ട്രെങ്ത് വർദ്ധിക്കും, നന്മ വർദ്ധിക്കും. രോഗികളുടെ വീട്ടിൽ പോയി വിസിറ്റ് ചെയ്തിട്ട് അവരോട് പറ, ഞാനൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കട്ടെ, എന്നിട്ട് പറ, യേശുവിന്റെ നാമത്തിൽ ഞാൻ രോഗത്തോട് കൽപ്പിക്കുന്നത് വിട്ടുമാറട്ടെ, സൗഖ്യമാകട്ടെ. തിരിച്ച് വീട്ടിൽ പോകും. അവിടെ അത്ഭുതം ഉണ്ടായിരിക്കും. കാരണം യേശുവിന്റെ അധികാരം നിങ്ങളുടെ മേലുണ്ട്. നിങ്ങളെ നോക്കരുത്. എന്റെ ബ്രദറെ, ഞാൻ എന്തുള്ളൂ? എനിക്ക് ആ കുറവുണ്ട്, ഈ കുറവുണ്ട്, ആ കുറവുണ്ട്, ഈ കുറവുണ്ട്, ഈ കുഴപ്പമുണ്ട്, ആ കുഴപ്പമുണ്ട്. ഇതൊന്നും ബൈബിളിൽ പറയുന്നില്ല. ബൈബിൾ പറയുന്നത്, നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ പോകാൻ തയ്യാറായാൽ മതി, നിങ്ങൾ ചെയ്യാൻ തയ്യാറായാൽ മതി, നിങ്ങൾ കൈവെക്കാൻ തയ്യാറായാൽ മതി. ഇതാ അതിന്റെ ഡിമാൻഡ്. അവിടെ നിന്നിട്ട് ശിഷ്യന്മാർ പറയാം, കർത്താവേ എനിക്ക് ഇച്ചിരി കുഴപ്പമുണ്ട്. പത്രോസ്ലീഹ പറയും, എനിക്ക് എടുത്തിയാട്ടമുണ്ട്. മറ്റൊരു ശിഷ്യൻ പറയുക, കർത്താവേ എനിക്ക് ഞാൻ ഇച്ചിരി തിടുക്കക്കാരനാണ്. കർത്താവ് പറയും, നിന്റെ കുറവ് പറയാനല്ല ഞാൻ വിളിച്ചിരിക്കുന്നത്, ഞാൻ പറയുന്നത് ചെയ്യാൻ. താലന്തുകളെ കുഴിച്ചിടരുത്, വാണിഭം ചെയ്യണം. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ തലയെ കൈവച്ചിട്ടൊന്ന് പ്രവചിച്ച്, എല്ലാവരും തലയോട്ട് കൈവച്ചിട്ട് പറയും, യേശുവിന്റെ നാമത്തിൽ ഈ മാസം തീരുന്നതിന്റെ അകത്ത് ഞാൻ അത്ഭുതപ്പെടുന്ന രീതിയിൽ ദൈവപ്രവൃത്തി കാണാൻ പോകും. ആ കൈവച്ചൊന്ന് അനുഗ്രഹിച്ച് ഒന്ന് പറഞ്ഞ് അധികാരത്തെ ഒന്ന് റിലീസ് ചെയ്ത്, അധികാരത്തെ ഒന്ന് റിലീസ് ചെയ്ത് ആ യേശുവിന്റെ നാമത്തിൽ. ഏപ്രിൽ 19 എന്ന് പറഞ്ഞ ഡേറ്റുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഉണ്ട്? ഏപ്രിൽ 19 എന്നുള്ള ഡേറ്റുമായിട്ട് ബന്ധമുള്ള, ഏപ്രിൽ 19 ബന്ധമുള്ള ആരെങ്കിലും സൂമിലുണ്ടോ? ഏപ്രിൽ 19 എന്നുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ട്? ആരാ? റോസമ്മയാണ് വിളിക്കുന്നത്. എനിക്ക് ഏപ്രിൽ 19 തീയതി ആയിരുന്നു ഞങ്ങളുടെ മാരേജിന്റെ, കല്യാണത്തിന്റെ ഡേറ്റ്. ഓ, യേശുവിന്റെ നാമത്തിൽ ഏപ്രിൽ 19 കർത്താവ് തൊടുക കേട്ടോ.
ആ കുടുംബത്തിന്റെ മേലേക്ക് വലിയൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുക. ഏറ്റെടുത്തോ യേശുവിന്റെ നാമത്തിൽ. എന്നോട് വല്ലതും പറഞ്ഞിട്ടുണ്ടോ ഈ ഡേറ്റ് വെഡിങ് ആനിവേഴ്സറി ആണെന്ന് ഇല്ല 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 ഒന്നും പറഞ്ഞിട്ടില്ല. എന്നാ പിടിച്ചോ, യേശുവിന്റെ നാമത്തിൽ പിടിച്ചോ. കുടുംബത്തിന്റെ മേൽ വലിയൊരു സമാധാനത്തെ കർത്താവ് വരുത്താൻ പോവാ. ദൈവാത്മാവിനെ കാണിക്കുന്ന ആ കുടുംബം ദേശം അറിയുന്നത് പോലെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടാൻ പോവാ. അനർത്ഥം വിട്ടൊഴിയാൻ പോവാ കേട്ടോ. നിങ്ങളുടെ പരിശുദ്ധാത്മാവ് എങ്ങനെ പറയുന്നു, 8.5 വർഷമായിട്ട് ഗതി പിടിക്കുന്നില്ല, കര കയറാൻ പറ്റുന്നില്ല. 8.5 വർഷമായിട്ട് നിങ്ങളുടെ കർത്താവ് പറഞ്ഞു 8.5 ശരിയാണോ സിസ്റ്ററെ? 8.5 വർഷമായിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല. എന്നോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, അതിൻ്റെ അകത്ത് വരുന്നതും പോകുന്നതും നിൽക്കുന്നതിനും ഒന്നും അങ്ങോട്ട് ഉയർച്ച ഉണ്ടാകുന്നില്ല. എവിടെ തൊട്ടാലും അങ്ങോട്ട് ഉയരാൻ പറ്റുന്നില്ല. നാട്ടുകാരെല്ലാം ചോദിക്കാൻ തുടങ്ങി, ആ കാര്യം എന്തായി, ഈ കാര്യം എന്തായി. എന്നോട് ദൈവാത്മാവ് പറഞ്ഞു 2 വിഷയങ്ങളെ കർത്താവ് തൊടാൻ പോവുക കേട്ടോ. യേശുവിന്റെ നാമത്തിൽ കുടുംബമായിട്ട് ബന്ധപ്പെട്ട്. ഒന്ന്, കുടുംബത്തിന്റെ മേൽ തലമുറകളെ ദൈവം തൊടാൻ പോവാ. യേശുവേ, ദൈവാത്മാവിനോട് പറയുന്നു, ദൈവാത്മാവിനോട് പറയുന്ന കുടുംബത്തിന്റെ മേൽ നാളുകളായിട്ട് നന്മയെ കെട്ടിവെച്ചതിനെ തമ്പുരാൻ അഴിച്ചു മാറ്റുക. ആ ഭൂതങ്ങളെ പുറത്താക്കുക. എന്നോട് കർത്താവ് ആ സ്ഥലത്തിന്റെ മേലേക്ക് ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക കേട്ടോ. എന്റെ കർത്താവ് പറഞ്ഞു, ഒരു 7.5 സെന്റ് സ്ഥലം ദൈവം എന്നെ കാണിക്കുക. പരിശുദ്ധാത്മാവ് വലിയ ചില കാര്യത്തിലേക്ക് നിങ്ങളെ അത് കൈവശമാക്കുവാൻ ദൈവം ചില വഴി തുറക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തോ. കുടുംബത്തിന്റെ മേൽ ചിലത് വിദേശ നന്മകളിലേക്ക് പോകാൻ പോവാ. വിദേശ നന്മകൾ തുറക്കാൻ പോവാ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ, മോളെ അവിടെ ദുബായിലെ FM റേഡിയോയിൽ ജോലി ചെയ്തോണ്ടിരുന്ന കുഞ്ഞാണ്. 2 മാസത്തിന് മുമ്പേ കൊറോണ വന്നു കഴിഞ്ഞ് വീട്ടിൽ വന്നു. തിരിച്ചു ചെന്നപ്പോഴത്തേക്ക് അവിടെ സൗണ്ട് റെക്കോർഡ് ചെയ്തപ്പോ യാതൊരു കുഴപ്പവുമില്ല. എല്ലാ ഡോക്ടർമാരെ കൊണ്ട് കാണിച്ചിട്ടും ശബ്ദത്തിന് യാതൊരു കുഴപ്പമില്ല. വിഷയമുണ്ടെന്ന് അവർ ഇതുവരെയും കുഞ്ഞിന് ജോലി കൊടുത്തിട്ടില്ല. ഇപ്പൊ റൂമിനകത്ത് അവള് വളരെ നിരാശയിലിരിക്കുക. ദൈവം വിദേശ നന്മ തുറക്കാൻ പോവെന്ന് പറഞ്ഞു. ഏറ്റെടുത്തു, പിടിച്ചു, അത് മുറുകെ പിടിച്ചു. മകളോട് പറയണം, യേശുവിന്റെ നാമത്തിൽ നന്മ തുറക്കാൻ പോവാ. ഇനി അവിടെ ഇരിക്കാൻ ഇട വരത്തില്ല. ഓടി നടന്ന് നന്മ പ്രാപിക്കാൻ പോവാ. ഏറ്റെടുത്തു കേട്ടോ. ദൈവം വഴി തുറന്നു. വിദേശ നന്മ കീറാൻ പോവാ അതിനകത്തോട്ട്. ആമേൻ. ഇനി ഇരിക്കാൻ പറ്റത്തില്ല. അനുഗ്രഹിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ല, നിങ്ങളുടെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുക. ദൈവാത്മാവിന്റെ വലിയൊരു സ്പർശനം നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് കിട്ടിയ ഈ ഒരു കൃപാവരം ഞാനിപ്പോൾ ഉപയോഗിക്കുന്നതുകൊണ്ടല്ലോ നിങ്ങൾക്ക് ഇപ്പം അനുഗ്രഹമായി തീരുന്നത്. ആണോ അല്ലയോ? കർത്താവ് എനിക്ക് തന്ന അതാ പറഞ്ഞു, നമുക്ക് ലഭിച്ചതിനെ നമ്മൾ ഉപയോഗിക്കുക. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ എനിക്കൊരു ദൈവാത്മാന്റെ ഉള്ളിൽ പറഞ്ഞു, ഇന്ന ഡേറ്റിൽ ആന്റി പറഞ്ഞു, എന്നോട് വിവാഹവാർഷികം പറഞ്ഞിട്ടില്ല, ആന്റി പുതിയതായിട്ട് പ്രാർത്ഥനയ്ക്ക് വന്നതാണ്. അപ്പൊ അതെന്തിനാ കർത്താവ് അങ്ങനെ വെളിപ്പെടുത്തി ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ വിഷയത്തെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ദൈവം തൊടുവാന്ന് അറിയിക്കാൻ വേണ്ടിയാ. ആലോചന വരുമ്പോ പിടിച്ചോണം, ചാടി പിടിച്ചോണം. യേശുവിന്റെ നാമത്തിൽ അത് നിങ്ങളുടെ മേൽ പകരുക. ഇതേപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, നിങ്ങളുടെ വലിയൊരു പകർച്ച, നിങ്ങളും ഇതേപോലെ പ്രവചിക്കും യേശുവിന്റെ നാമത്തിൽ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഞാനും പ്രവചിക്കും? താലന്തുകളെ നിങ്ങൾ ഉപയോഗിക്കണം. താലന്തുകളെ ഉപയോഗിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനിങ്ങനെ ഇരുന്നൊക്കെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, മുട്ടയിലൊക്കെ ഇങ്ങനെ ഇരിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് എൻ്റെ മുട്ടിൻ്റെ അവിടെ ചെറിയൊരു മുഴ പോലെ ഉണ്ടായിരുന്നു. ചെറിയ മുഴ, ഭയങ്കര വേദന. കുറേ നാളായിട്ട് ഞാൻ വേദന ഇടുക. ആ കാലെവിടെ എവിടെയെങ്കിലും മുട്ടുമ്പോഴും അതേ പിടിക്കുമ്പോഴോ വേദന എടുക്കുമ്പോഴൊക്കെ ഞാൻ പറയും, യേശുവിൻ്റെ മുറിവിൽ എനിക്ക് സൗഖ്യമുണ്ട്, ഞാൻ അതിനെ പുറത്താക്കുന്നെന്ന് പറയും. ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നു, മാറുന്നില്ല. ഇന്ന് ഞാൻ ഇവിടെ പ്രാർത്ഥന നടന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഇരുന്നിട്ട് ഇങ്ങനെ എനിക്കൊന്ന് മുട്ടയിൽ നിൽക്കാൻ എനിക്കൊരു പ്രേരണ തോന്നി. ഞാൻ ഇന്നിപ്പോൾ പെട്ടെന്ന് നിന്നപ്പോൾ ഞാൻ ഒരു വേദന ഉണ്ടല്ലോ എന്ന് നോക്കിയപ്പോൾ തപ്പി നോക്കിയപ്പോൾ ആ മുഴ അവിടെ ഇല്ല. യേശു അതെടുത്ത് മാറ്റി. ലഭിച്ചതിനെ ഇവിടുത്തെ പ്രയറിൽ ഞാൻ സാക്ഷ്യം പറയുകയും ചെയ്തു. ഇവിടുത്തെ പ്രയറിൽ അപ്പൊ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞോണം, നിങ്ങൾക്ക് അധികാരമുണ്ട് പുറത്താക്കുവാൻ, സൗഖ്യമാക്കുവാൻ. ഈ ദിവസങ്ങളിൽ ആ വേദനയെ പിടിച്ചുകൊണ്ട് പറ, ഇത് പ്രായമാകുമ്പോൾ എല്ലാവർക്കും ഉണ്ടാകുന്ന വേദനയാ. ശ്രദ്ധിച്ചോണം, നിങ്ങൾ അധികാരിയാ. അതിനെ പുറത്താക്കുവാൻ ലഭിച്ച നിങ്ങൾ പറയുക, അത് സാരമില്ല.
കവലെ കടന്ന് അടിപിടി നടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലാൻ നിൽക്കുന്ന ഗുണ്ടകളുടെ നടുവിൽ ഒരു എസ്ഐ പറയാ തല്ലി ചാകട്ടെ എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല. അറസ്റ്റ് ചെയ്യുവാൻ അധികാരമുണ്ട്. ആ രോഗത്തെ പുറത്താക്കുവാൻ അധികാരമുണ്ട്. ഓ യേശുവിന്റെ നാമത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ് ഇന്ന് അധികാരമുള്ളവർ കരം വെച്ച് പറ, ആ വേദനയോട് പറ, എനിക്ക് ഇത് ചുമക്കേണ്ട കാര്യമില്ല, ഞാൻ അതിനെ സൗഖ്യമാക്കുന്നു. അങ്ങനെ പറ, സൗഖ്യമാക്കുന്നു യേശുവിന്റെ നാമം. വചനം അങ്ങനെ പറയുന്നു. അയ്യോ ബ്രദറെ, അങ്ങനെ പറഞ്ഞ അഹങ്കാരമായി പോലും നമുക്ക് വല്ല അധികാരമുണ്ടോ? ഉണ്ടെന്നാ പറയുന്ന ബൈബിള്. സൗഖ്യമാക്കുവിൻ എന്ന് പറഞ്ഞാൽ യേശു പറയുക, നിങ്ങൾ അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുക, യേശുവേ സൗഖ്യമാക്കണേ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രാർത്ഥിച്ചാൽ മതി. യേശു പറഞ്ഞ് സൗഖ്യമാക്കുവിൻ. എൻ്റെ അർത്ഥം യേശുവിന്റെ അധികാരം നിങ്ങളുടെ അകത്ത് കിടപ്പുണ്ട്. ഇത് കുഴിച്ചിട്ടാൽ കർത്താവ് പറയും, കഠിന മനുഷ്യ, എന്തുകൊണ്ടത് വാണിഭം ചെയ്തില്ല? പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തതിന്റെ കാരണം നമ്മൾ കുഴിച്ചിട്ടുകൊണ്ടിരിക്കുക. താലന്തുകൾ കുഴിച്ചിടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? താലന്ത് കുഴിച്ചിട്ട് എന്നാ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും വളരത്തില്ല. താലന്തിലാ നന്മ ഇരിക്കുന്നത്. അതായത് യേശുവിന്റെ അധികാരത്തിലാണ് ഇത് മുഴുവൻ കിടക്കുന്നത് മുഴുവനും. അത് കുഴിച്ചിട്ടേക്കുക നമ്മൾ. എന്നിട്ട് നമ്മളിപ്പോ കരയുക, കർത്താവേ ദൈവം ചെയ്യണം, ദൈവം ചെയ്യും. എൻ്റെ കൂടെ പറ, ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് പറ. കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ദൈവത്തെ വിളിക്കുന്ന എനിക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും 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 ചെയ്യും. യേശുവേ ആരാധന. പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുക. ഓ ആരാധന ആരാധന ആരാധന. എല്ലാവരും ഹോളി സ്പിരിറ്റ് എനിക്ക് വേണ്ടി ചെയ്യും. ആമേൻ. നിങ്ങൾ വിശ്വസിക്കണം, ആമേൻ. നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് കുടുംബത്തിന്റെ അകത്തുനിന്നും നിരാശകളുടെയും കലഹത്തിന്റെയും തലമുറകൾ തമ്മിൽ ചേരാതെ, ഞാൻ കാണുന്ന ചില കുടുംബത്തിൽ തലമുറകൾ തമ്മിൽ ചേരാതെ എപ്പോഴും കണ്ണി കണ്ടാൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോയിട്ട് തമ്മിൽ ചേരാതെ കുടുംബത്തിൽ കലഹങ്ങളെ ഉണ്ടാക്കുന്ന ദുരാത്മാക്കളെ യേശുവിന്റെ നാമത്തിൽ പുറത്താക്കുന്നു. നന്മ അനുഭവിക്കാൻ കഴിയാതെ മറഞ്ഞിരിക്കുന്ന പിശാചുക്കളെ പുറത്താക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ഈ കൂട്ടത്തിൽ രോഗികളായി ഭാരപ്പെടുന്ന രോഗമുള്ള ഭാഗത്തോട് വെച്ചിട്ട് ഞാൻ അതിനെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അത്ഭുതം നടക്കാൻ പോവുക, ചാടി എണീക്കാൻ പോവുക, മൈറ്റി മിറക്കിൾസ് കാണാൻ പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഉയർപ്പിന്റെ ശക്തി ഓ യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിച്ച്, പരിശുദ്ധയാത്മാവേ അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ, അങ്ങയുടെ കൃപ പെരുകുന്നല്ലോ യേശുവേ, കൃപ പെരുകുന്നല്ലോ യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവാത്മാവിന്ന് സ്പർശിക്കുക, ദൈവാത്മാവിന്ന് സ്പർശിക്കുക, ദൈവാത്മാവിന്ന് സ്പർശിക്കുക. ഞാനൊരു ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുക ആണ്. 1983 എന്നൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. 1983 എന്നൊരു ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ കാണുക. ആ ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് കർത്താവ് ഒരു സ്പർശനം അവിടെ ചെയ്യും. 1983. ഓ ഇന്ന് കർത്താവ് തൊടുക. എന്റെ മോനും 83 എടുത്തു, ഏറ്റെടുത്തു, യേശുവിന്റെ നാമത്തിൽ ഏറ്റെടുത്തു. 83 ജനിച്ച് ഏറ്റെടുത്തു യേശുവിന്റെ നാമത്തിൽ. ഓ ഈ ഡേറ്റും നവംബർ മാസവുമായിട്ട് ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടോ? ഈ ഡേറ്റ് ഓഫ് ബർത്തും നവംബർ ഒരു സെക്കൻഡ്. 83 നവംബറിൽ ജനിച്ചത് ആരാ? 1983 നവംബർ മാസത്തിലൂടെ ജനിച്ച ആരാ? നവംബർ മാസം അതുമായിട്ട് ബന്ധപ്പെട്ടവർ 1983 നവംബറും. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, പക്ഷെ 83 ആണോന്ന് എനിക്കറിയില്ല. 83 ആണെന്ന് തോന്നുന്നു. നവംബർ മാസമാണ്. കൺഫേം ചെയ്തോണം. ഓ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് തൊടുക. അടുത്തൊരു ലെവലിലേക്ക് പരിശുദ്ധാത്മാവെന്ന് ചേഞ്ച് ചെയ്യുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവിന്റെ വലിയ കൃപ എന്ന് ചൊല്ലുക. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ. കർത്താവ് ഇന്ന് നന്മകളെ തുറക്കുന്ന ദിവസമാണ്. റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുക. ദൈവം തൊടുക, ദൈവം തൊടുക. യേശുവിന്റെ നാമത്തിൽ ആ രോഗത്തോട് പറ, ഇപ്പൊ സൗഖ്യമാക്കുക നമ്മൾ. കാര്യം യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അധികാരമുണ്ട്. ആ വേദനയോട് പറ, ആ രോഗത്തോട് പറ, ഞാൻ യേശുവെ അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാൻ അറസ്റ്റ് ചെയ്യുക ആ രോഗത്തെ. ഓ ആ അധികാരത്തിന്റെ പത്രം ഉള്ളത് കൊണ്ട് എനിക്ക് അറസ്റ്റ് ചെയ്യാൻ പറ്റും യേശുവിന്റെ നാമത്തിൽ. എന്ന പരിശുദ്ധാത്മാവ് സ്പർശിക്കുക. ഫാദർ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങൾ ഇന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ
യേശുവിൻ്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ അങ്ങ് തൊടുന്നല്ലപ്പ 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 തൊടുന്നല്ലപ്പ. ഓ ജീസസ്. ഞാൻ 0773 എന്നൊരു നമ്പർ കർത്താവിനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. 0773 ഇങ്ങനൊരു നമ്പർ കർത്താവിനെ എടുത്ത് കാണിച്ചുകൊണ്ടിരിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ വ്യക്തിക്ക് മാത്രം അറിയാവുന്നൊരു നമ്പരാണ് 0773 എന്നൊരു നമ്പർ. കർത്താവ് പറഞ്ഞു ആ നമ്പരുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു. 73 എന്റെ ഭാഗ്യ നമ്പറാ. എന്ത് നമ്പർ സിസ്റ്ററെ? 73 എനിക്ക് എപ്പോഴും 9073 ആണ്. അപ്പൊ ഞാൻ എപ്പോഴും അതിന് 73 എനിക്ക് എല്ലാ പാസ്വേഡ് എല്ലാ കാര്യമായിട്ട് ഉപയോഗിക്കും. പാസ്വേഡ് അല്ലേ? ഓ യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനെല്ലാം അറിയാം കേട്ടോ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ദൈവാത്മാവ് ഇങ്ങനെ എന്തുകൊണ്ട് വെളിപ്പെടുത്തിയത്, നമുക്ക് മാത്രം അറിയാവുന്ന ചില കാര്യങ്ങളെ കർത്താവ് തൊടും. ഇപ്പം നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പാസ്വേഡ് നിങ്ങൾക്ക് മാത്രം അറിയത്തുള്ളൂ, എനിക്കത് കിട്ടാൻ ഒരു വഴിയില്ല. ദൈവം എന്തിനാണ് ഓർപ്പിക്കുന്നറിയോ? സിസ്റ്റർ ആ പാസ്വേഡ് ഒന്ന് മാറ്റിക്കോ കേട്ടോ. ചിലപ്പം ലൈവിൽ കേൾക്കുന്നവരുണ്ടായിരിക്കാം, അത് ചേഞ്ച് ചെയ്തോണം. അത് ഓപ്പണായിട്ട് പറഞ്ഞല്ലോ, അത് ഞാൻ യേശുവിനെ അതിൽ ചേഞ്ച് ചെയ്തോണം. പക്ഷെ ദൈവം നിങ്ങൾക്ക് ഇന്ന് ഈ നിമിഷം ഒരു ഉറപ്പ് തരിക, ആ പറഞ്ഞവരോട് ഉറപ്പ് പറയുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവിനോട് പറയുന്നു, വരുന്ന 6 മാസത്തിൻ്റെ അകത്ത് കർത്താവ് ഫലപുഷ്ടിയുള്ള വാതിലുകളെ സ്വർഗം തുറക്കാൻ പോവാം. എന്നോട് ഇങ്ങനെ പറയുന്നു, തെക്കോട്ടും വടക്കോട്ടും പടിഞ്ഞാറോട്ടും സ്പ്രെഡ് ചെയ്യുന്നത് പോലെ കർത്താവ് വളർത്താൻ പോവാ, ശ്രുതി പരത്താൻ പോവാ, ശ്രുതി പരത്താൻ പോവാ. ഓ ജീസസ്. ഇത് ശ്രുതി പരത്തും എന്ന് പറഞ്ഞപ്പോൾ തന്നെ ശ്രുതി എന്നൊരു വ്യക്തിക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയുക. ശ്രുതി യേശുവിൻ്റെ നാമത്തിൽ ആ സഹോദരി ഏറ്റെടുത്താണ്. ആ പേരുകാരിയെ വെച്ച് കൈവച്ചൊന്ന് മനസ്സിൽ വെച്ചൊന്ന് പ്രാർത്ഥിച്ചോണം. ശ്രുതി യേശുവിൻ്റെ നാമത്തിൽ ദൈവാത്മാവ് ഇടപെടാൻ പോവാം. യേശുവേ നന്ദി കർത്താവ്. ഇന്ന് പ്രാർത്ഥിച്ചോണം. കർത്താവിൻ്റെ വലിയ പ്രവൃത്തികൾ വെളിപ്പെടാൻ പോവാ, ദൈവാത്മാവ് തൊടാൻ പോവാ, ദൈവാത്മാവിനെ സ്പർശിക്കാൻ പോവാ. അപ്പൊ ഇന്ന് ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ എല്ലാവരും പ്രാർത്ഥിച്ച് യേശുവേ പ്രാർത്ഥിച്ചു, എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് നല്ല ദൈവാത്മാവിന്റെ വലിയൊരു സ്പർശനം ഉണ്ടാകാൻ പോകും നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ. കർത്താവിലൊരു ബലം എല്ലാവരും പ്രാർത്ഥിച്ച് ഇന്ന് ദൈവാത്മാവ് തൊടാൻ പോവാ. കർത്താവ് വലിയൊരു വർധനവിനെ തരാൻ പോവാ. ഓ യേശുവിൻ്റെ നാമം. ഞാൻ 38,000 എന്നൊരു തുക കണ്ടുകൊണ്ടിരിക്കുക. 38,000 രൂപ എന്നൊരു തുക കണ്ടുകൊണ്ടിരിക്കുക. ദൈവാത്മാവിന് ആർക്കോ വേണ്ടി അത് റിലീസാകുക. എന്നാൽ ഇത് റിലീസാകുന്ന സമയത്ത് ആരൊക്കെ യേശുവിനകത്ത് പിടിക്കുന്നവർക്കെല്ലാം അത് ഒരു ആവശ്യക്കാർ നിൽക്കുക. 38,000 എന്നുള്ള തുക ഞാൻ കണ്ടിരിക്കുക. 38,000 എന്നൊരു തുക അതിനു വേണ്ടിയുള്ള ആവശ്യം, അതേ എമൗണ്ടിന് വേണ്ടി തന്നെ ഈ ദിവസത്തിൽ പ്രാർത്ഥിക്കുന്ന ആരോ ഉണ്ട്. പക്ഷെ ഇത് ഈ ഒരു പ്രവചനം പറയുമ്പോൾ തന്നെ ഏറ്റെടുത്തോണം, നിങ്ങൾക്ക് ചാടി പിടിക്കാം യേശുവിന്റെ നാമത്തിൽ. 38,000 എന്നൊരു എമൗണ്ട് ആ വ്യക്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുക, ഞാനിത് റിലീസ് ചെയ്യുന്നു, ദൈവാത്മാവോട് പറയുന്നു. പക്ഷെ ഈ ദിവസം നിങ്ങൾ ചാടി പിടിച്ചു. ഞാൻ പറഞ്ഞില്ല, ഈ പ്രവചനാലോചനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിൽ പേര് വരാത്തോടത്തോളം കാലം ആർക്കും ചാടി പിടിക്കാം യേശുവിന്റെ നാമത്തിൽ. കർത്താവെ ഞങ്ങളത് റിസീവ് ചെയ്യുന്നു, കർത്താവെ അത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. മിറക്കിൾ മണികൾ ഉണ്ടാകും. നന്ദി കർത്താവെ, നന്ദി കർത്താവെ. ജീസസ് ക്രൈസ്റ്റ്. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ പ്രയറിൽ കൂടിക്കൊണ്ടിരിക്കും. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണ്. അയാളുടെ ഫേസ്ബുക്ക് പേജാണ് എൻ്റെ മനസ്സിലോട്ട് വന്നത്. അയാളുടെ പേര് ജയമോൻ എന്നാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഫേസ്ബുക്കിലെ ഫ്രണ്ടാണ്. പെട്ടെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ പേജ് എൻ്റെ മനസ്സിലോട്ട് വന്നു. അയാളുടെ പേര് ജയമോൻ എന്നാണ്. ആ പേരുമായിട്ട് ബന്ധമുള്ള ഇപ്പോൾ പ്രാർത്ഥനയ്ക്ക് കൂടുന്ന കുടുംബത്തിൽ ഉള്ള ആള് സൂമിലോ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ പറയാൻ പറഞ്ഞു, ജയ്മോനുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് അവൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് അവൻ്റെ പാസ്പോർട്ട് എടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് എന്നോട് പറയുന്നു, അവൻ്റെ രാജ്യങ്ങളുടെ വാതിലിനെ ദൈവം തുറക്കാൻ പോവുകയാണ്. അവൻ നിരാശയോടെ നടക്കുമായിരുന്നു, പക്ഷെ ദൈവം അവന് വേണ്ടി വാതിൽ തുറക്കാൻ പോവുകയാണ്. ഏറ്റെടുത്തു, അനുഗ്രഹിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. അപ്പൊ ഇന്ന് നമ്മൾ കേട്ട വചനം ഞാൻ നാളെ ചോദിക്കും. ഇത് മറക്കരുത്, നിങ്ങൾ മറന്നു പോകരുത്. ഇത് നിങ്ങൾ ഉപയോഗിച്ചാൽ താലന്ത് കുഴിച്ചിട്ടാൽ ഗുണമില്ല കേട്ടോ. യേശു വന്നിട്ട് പറയും, കർത്താവെ ഞാൻ ഇത്രയും പ്രാർത്ഥിച്ച യേശു നിന്റെ താലന്ത് എവിടെ?
അന്ന് ആ ബ്രദർ പ്രസംഗിച്ചപ്പോൾ കേട്ടില്ല, നിനക്കൊരു താലന്തുണ്ടെന്ന്, അത് കുഴിച്ചിട, ഇന്ന് മുതലെടുത്ത് ഉപയോഗിച്ചോണം. കുടുംബത്തിന്റെ അകത്ത് നന്മ വരുന്നില്ലെങ്കിൽ യേശുവിന്റെ നാമത്തിൽ നന്മയെ തടയുന്നതിന് ഞാൻ യേശുവിൽ പുറത്താക്കുമെന്ന് പറഞ്ഞു. ഓടിപ്പോക്കോളും സകല വിശ്വാസികളും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയേണ്ട സമയമാണ്. സാക്ഷ്യങ്ങളാണ്, പ്രാർത്ഥനാ വിഷയമല്ല. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു, അത്ഭുതം നടന്നു കഴിഞ്ഞു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ അതെല്ലാം ഒടിഞ്ഞിരിക്കുകയാണ്. സാക്ഷ്യങ്ങളുള്ളവർ വേഗത്തിൽ ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ നിന്ന് പറഞ്ഞാട്ടെ. ബ്രദറെ ഹലോ. പറഞ്ഞു. ബ്രദറെ ഏപ്രിൽ 19 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരുന്നേ. ഞാൻ പറഞ്ഞൊന്നും ബ്രദർ കേട്ടില്ല. ഏറ്റെടുത്തു സിസ്റ്ററെ, പറഞ്ഞു. അന്ന് പ്രേയറിന് ഇരുന്നപ്പോഴേ ഞാൻ എനിക്ക് വേണ്ടി ഇന്ന് സംസാരിക്കണം, എനിക്ക് വേണ്ടി ഒരു അനുഗ്രഹം കിട്ടണമെന്നും പറഞ്ഞാണ് ഞാൻ പ്രേയറിന് ഇരുന്നത്. എന്നിട്ട് ഏപ്രിൽ 19 കൂടെ പറഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ദൈവം പ്രാർത്ഥിക്കണം. അത് ഏറ്റെടുത്തു, അത് റിലീസ് ചെയ്തു. യേശുവിന്റെ നാമത്തിൽ അത് ഏറ്റെടുത്തോണം. ഞാനത് ആ ആലോചന മുഴുവൻ പിടിച്ചോണം. ഏത് ആലോചനയാണോ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരും പിടിച്ചോണം. യേശുവിന്റെ നാമത്തിൽ ആ കർത്താവിന്റെ വഴി തുറക്കും. എങ്ങനെയാണ് നമ്മൾ കർത്താവിൽ അത് സംഭവിച്ചത്? അതിന്റെ റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാക്കിക്കോണം, കർത്താവ് എനിക്ക് വേണ്ടി വഴി തുറന്നതാണ്. ആമേൻ. ബ്രദറെ പ്രൈസ് ദി ലോർഡ്. പറഞ്ഞു. ഞാൻ ലവ്ലിയാൻ്റെയാണ്. ഞാൻ അമ്മയ്ക്ക് കേൾക്കത്തില്ല. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് അമ്മയ്ക്ക് ഇങ്ങനെ പ്രലാപ്സ് വന്നിട്ട് ഒരു കേൾക്കാൻ പറ്റുന്നില്ല ബ്രദറെ. ആന്റി കേൾക്കുന്നില്ല. ക്ലിയർ ആണോ? ഹലോ, ക്ലിയർ അല്ല. ഹലോ, കേക്കാമോ ബ്രദറെ? കേക്കാം. അയ്യോ, കേൾപ്പിക്കണേ. ഞാൻ ഇന്നലെ സാക്ഷ്യം പറയേണ്ടതായിരുന്നു. എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞു. ചെറുതായിട്ട് കട്ടായി പോകുന്നുണ്ട്. പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു. ഇല്ല അല്ലേ? ക്ലിയർ അല്ല. ഒരു കാര്യം ചെയ്യോ ലൗലോന്റെ, പെട്ടെന്ന് ഒരു കാര്യം ചെയ്യോ. ഒരു സെക്കൻഡ് ലൗലോന്റെ, എനിക്ക് വേഗത്തിൽ വാട്സാപ്പിലേക്ക് ഒരു വോയിസ് അയക്കുക. സാക്ഷ്യം എനിക്ക് വാട്സാപ്പിലേക്ക് വേഗത്തിൽ വോയിസ് അയക്കുക. ഞാനിവിടെ പ്ലേ ചെയ്യാം. ഇപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. വേഗത്തിൽ അയച്ചോ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? എനിക്കൊരു സാക്ഷിയുണ്ട്. പറഞ്ഞു. ഈ ഒരു സാമ്പത്തിക ആവശ്യത്തിന് ബ്രദർ ഇപ്പൊ പറഞ്ഞ 38,000 രൂപയുടെ അതേ എമൗണ്ടിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഞാനിപ്പം കർത്താവിന്റെ നാമത്തില് വചനമൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയി, നമ്മുടെ വീട്ടിലോട്ട് വരാതിരിക്കാനായിട്ട്. അവിടെ ചെന്ന് എന്നെ അവധിയൊക്കെ പറഞ്ഞ് വരുന്ന വഴിക്ക് മഴ ലക്ഷണം. അപ്പോഴും ഞാൻ ദൈവനാമത്തിൽ പറഞ്ഞ് ഞാൻ വീട്ടിലെത്തുന്ന വരെ മഴ പെയ്യരുത്, എന്നെ കാക്കണമെന്ന്. അങ്ങനെ ഞാൻ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോഴാണ് മഴ പെയ്ത്. എത്തിക്കേറി മഴ ഭയങ്കരമായിട്ട് ഇരച്ചു വീണു. അതെനിക്കൊരു അത്ഭുത സാക്ഷിയായിരുന്നു ഇന്നത്തെ ആ മഴ. ഈ 38,000 രൂപയുടെ ആവശ്യമുള്ള കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ സിസ്റ്റർ? അയ്യോ ഇല്ല, ആരോടെയും പറഞ്ഞിട്ടില്ലായിരുന്നു. ഞാനിന്ന് കറക്റ്റ് എമൗണ്ടിലോട്ടായിരുന്നു, അതിനു വേണ്ടിയായിരുന്നു ഇന്ന് ഇറങ്ങിയത്. അത് മിറക്കിൾ മണി ഉണ്ടാകാൻ അതിന്റെ അർത്ഥം അതും സാക്ഷ്യം അത്ഭുതകരമായി. സാക്ഷ്യം തീർച്ചയായിട്ടും സൗകര്യം. ആ എമൗണ്ട് മിറക്കിൾ മണി, മിറക്കിൾ മണി എന്ന് പറഞ്ഞു. ഇന്ന് എന്റെ ബ്രദർ ഇന്ന് എന്റെ കാര്യം എന്ന് പറയും, എന്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നെങ്കിൽ ഇന്ന് ഇത് വെളുത്തു എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെയൊക്കെ ഞാൻ വണ്ടിയിൽ ഇങ്ങനെ വചനം പറഞ്ഞു, ഇതെല്ലാം ഇങ്ങനെ പറഞ്ഞായിരുന്നു ഇനി വീട്ടിൽ. പിന്നെ എനിക്കൊരു ജോലി അത്യാവശ്യം വേണം ബ്രദർ. എനിക്ക് ആ ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്.
തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് നിങ്ങൾ സിസ്റ്റർ പറഞ്ഞു കേട്ടില്ലേ, ആരോടും പറയാത്ത 38,000 എത്ര പേരാ തുക കേട്ടായിരുന്നു? 38,000 എന്നുള്ള എമൗണ്ട് ഞാനത് കേട്ടു. ആരോടും പറഞ്ഞിട്ടില്ല. ഹൃദയത്തിൽ ഇരുന്ന് കർത്താവെ അങ്ങ് ഇടപെടാം. ഞാൻ പറഞ്ഞില്ലേ, ഞാനെന്ന വ്യക്തി ഇവിടെ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ, പരിശുദ്ധാത്മാവാണ് ഇത് മുഴുവൻ നിയന്ത്രിക്കുന്നത്. അപ്പോൾ ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തെ അറിയുന്നു. ഇതൊരു തുടക്കമാണ്. ആ നന്മ ദൈവം തരും. ഇതൊരു തുടക്കമാണ്. സകല കടഭാരങ്ങളെയും ദൈവം നീക്കിത്തരും. പുതിയൊരു നന്മ ദൈവം തരും. ജോലിയൊക്കെ വേണ്ടി നമുക്ക് ഒരുമിച്ച് പറയാം, കർത്താവ് ഞങ്ങളെ ജോലിയെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ഏറ്റവും പ്രാർത്ഥനയ്ക്കും എല്ലാം കൊണ്ടും അനുകൂലമായൊരു നല്ലൊരു വരുമാന മാർഗം, ഒരു ബ്രേക്ക് ത്രൂ യേശുവിനകത്ത് യേശു തന്ന അധികാരത്തിനെ ഞങ്ങളിത് റിലീസ് ചെയ്യുന്നപ്പ അതിനെ തുറന്ന് പ്രാർത്ഥിക്കുന്നു. ആ വഴിയെ തുറന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന് അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ഇന്ന് മറ്റാരെങ്കിലും ഉണ്ടോ? യേശുവിന്റെ ആ സ്പർശനമില്ലേ എനിക്ക് ഇന്നും അനുഭവപ്പെട്ടുള്ളത്. ഇന്നും എന്നെ യേശു തൊടുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ആമേൻ. തീർച്ചയായിട്ടും കർത്താവിൻ്റെ വലിയ സ്പർശനം ദൈവം നമ്മളെ തൊടും. ഞാൻ പറഞ്ഞ കർത്താവ് എക്സ്പീരിയൻസുകൾ നമുക്കുണ്ടാവും. സ്പിരിച്വൽ എക്സ്പീരിയൻസ്, യേശു ക്രിസ്തുവിൻ്റെ സ്പർശനങ്ങൾ നമുക്കുണ്ടാവും. ഞാൻ പറയും, ഇത് നമ്മൾ ഒരു കൂട്ടായ്മ എന്ന് പറയുന്നത് ക്രിസ്തുവായിട്ടുള്ള കൂട്ടായ്മ. ദൈവം നമ്മളെ തൊടും, ദൈവത്തിൻ്റെ സ്പർശനം നമുക്കുണ്ടാവും. ഇന്ന് കഴിഞ്ഞ ദിവസം സൗരി പറഞ്ഞതുപോലെ ശരീരത്തിന് മേലെ കറണ്ട് അടിക്കുന്നത് പോലെ അനുഭവം ഉണ്ടായി, കർത്താവ് സൗഖ്യമാക്കി എന്ന് പറഞ്ഞതുപോലെ ദൈവം നമുക്ക് അനുഭവങ്ങളെ തരും, സ്പർശനങ്ങളെ തരും. യേശു ജീവിക്കുന്നു. ആമേൻ. എനിക്കൊരു കാര്യമുണ്ട് പറയാനുണ്ട്, എനിക്കിത് പറയണം. ഒരു വേട്ടയുള്ളേ, ഞാൻ ഇന്നലെ വേറെ എന്റെ കടപ്പാലം മാറുന്ന വചനം പറഞ്ഞു നടന്ന വചനം മാത്രം ഭക്ഷിച്ചാണ് ഞാൻ നടന്നത്. അപ്പൊ രാവിലെ ദിവസം എടുത്ത് ഒരു നേരത്തെ ഭക്ഷണം ഞാനിപ്പോ മാറ്റി വെച്ചോണ്ട് ഞാൻ ഉപവസിച്ച് ഈ വചനത്താൽ നടക്കണം. വചനം എനിക്ക് അങ്ങ് പറയണം. എവിടെ നടന്നാലും അങ്ങ് വചനം പറയണം. കുളിക്കാൻ പോകുമ്പോഴും വചനം പറയും. അങ്ങനെ പറഞ്ഞു നടക്കുന്നു. അപ്പൊ ഇന്നലെ ഒത്തിരി ഞാൻ വചനം പറയാൻ ഈ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ പഠിച്ച് കിടന്നേതായിരുന്നു. അപ്പൊ എന്റെ കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാ കിടന്നത്. ഒരു 2:36 കണ്ട് കുറെ പേര്, ഒരു 12 അതിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ബ്രദറെ, കട്ടായി പോയല്ലോ സൗണ്ട്. ഞാനിപ്പോ ഹസ്ബൻഡ് കൊണ്ട് ഡയാലിസിസിന് വന്നിരിക്കുകയാണ്. ക്രിയാറ്റിൻ കൂടുതലായതുകൊണ്ടാണ് ഡയാലിസിസ് ചെയ്യുന്നത്. പിന്നെ ക്രിയാറ്റിൻ തീരെ ശരീരത്തിന് വിട്ടുപോകാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം. പ്രത്യേകം ആൾക്കാരും പ്രാർത്ഥിക്കണം. പറഞ്ഞു തീർന്നില്ല, കട്ടായി പോയായിരുന്നു. പറഞ്ഞു ഇപ്പൊ 12 പേരുണ്ടായിരുന്നു. 12 ആണുങ്ങളായിരുന്നു ഇരിക്കുന്നത്. അപ്പം കുറെ മുടിയൊക്കെ വളർത്തിയ ആൾക്കാരാണ്. ഒരു നമ്മുടെ നാട്ടിലല്ലാത്ത ഈ കാട്ടുജാതികളുടെ കൂട്ടുള്ള കുറെ ആളുകളാണ്. അതിൽ ഒരാൾ കുറെ മുടി വളർന്ന ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പറയുന്നു, ഞാൻ നിങ്ങളുടെ വീട് കാണാൻ വന്നതാണ്, അതിനെന്ത് പിന്നെ ചാർജ് ഇടുവെന്നുള്ളത് കാണാൻ വന്നതെന്ന്. അപ്പൊ ഞാൻ പറയൂ, എൻ്റെ എഗ്രിമെന്റ് ഇരിപ്പുണ്ട്, എനിക്ക് ഇട്ട വില ബാങ്കുകാർ അത്രയൊന്നും തന്നില്ല, എൻ്റെ പകുതി പോലും ആവാതാണ് ജപ്തി ചെയ്തിട്ടേക്കുന്നത്. അങ്ങനെ പറയുന്നത്, നിങ്ങളുടെ ഒന്നും എനിക്ക് വേണ്ട, ഞാൻ താനീ നോക്കാൻ വന്നത്. ഇത് സൗരി കട്ടായി പോയെ. സൗണ്ട് കട്ടായി പോയി. നേരിട്ട് അത് കാണാൻ വന്നയാണെന്ന് എന്നോട് സ്വപ്നം കാണിച്ചു ബ്രദറെ. ഞാൻ ചാടി എനിക്ക് സമയം നോക്കി സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോ. തീർച്ചയായിട്ടും കർത്താവ് ആ ഒരു ദർശനം അനുഗ്രഹമായിട്ട് തീരട്ടെ. ആ വസ്തു വിഷയത്തിന്റെ മേൽ കർത്താവ് കണ്ടത് കർത്താവ് ഞങ്ങൾക്ക് അവ്യക്തമെങ്കിലും അത് കൃത്യമായി മനസ്സിലാകുന്ന രീതിയിൽ ഒരു അനുഗ്രഹമായി ഇത് മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ നന്മ അവകാശമാക്കട്ടെ. ആ വസ്തു വിഷയത്തിന്റെ മേൽ എൻ്റെ ദൈവം ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്നതിന് നന്ദി. അതൊരു നിവൃത്തിയാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദറെ.
ബ്രദറെ, ഞാൻ ഒരു ചെറിയ കൂട്ടായ്മയിൽ വചനം പങ്കുവയ്ക്കുന്നുണ്ട്. ബ്രദറിന്റെ ഈ കൂട്ടായ്മയിൽ കയറിയപ്പോ എന്റെ ഹൃദയത്തെ സ്പർശിക്കുന്ന വചനങ്ങള് ഞാൻ ആ കൂട്ടായ്മയിൽ സംസാരിക്കാറുണ്ട്. അപ്പൊ അത് കേട്ടുകൊണ്ടിരിക്കുന്ന അവർക്കും അത് അനുഗ്രഹപ്രദമായി തീരാറുണ്ട്. അപ്പോ ബ്രദർ ഈ കൂട്ടായ്മയിൽ കൂടുതൽ ശക്തിപ്പെടുവാനും കൂടുതൽ കൃപാവരങ്ങൾ കൊണ്ട് ഉപയോഗിക്കാനും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ബ്രദറിനെ ഒന്ന് അനുഗ്രഹിക്കും. കർത്താവെ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരൻ യേശുവിനെ പറ്റി കർത്താവെ പറയുമ്പോൾ, കർത്താവെ എൻ്റെ മേൽ ഇട്ടിരിക്കുന്ന ദൈവിക സിസ്റ്ററുടെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ മേൽ കർത്താവെ അങ്ങ് വെച്ചിരിക്കുന്ന അഭിഷേകത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ദൈവാത്മാവിൽ അതിൻ്റെ ഒരു പകർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വചനം പറയുമ്പോൾ എൻ്റെ യേശുവെ അവിടെ പറയുക മാത്രമല്ല, ദൈവപ്രവൃത്തി കൂടെ കാണുവാൻ, സയൻസ് ആൻഡ് വണ്ടർ അത് ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം ദൈവരാജ്യം പ്രസംഗിക്കുമ്പോൾ നമ്മളിന്ന് കേട്ടതുപോലെ രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ പുറത്തു പോകും, മരിച്ചു ഉയർക്കും, ഭൂതങ്ങൾ വിട്ടുപോകും, അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. കർത്താവെ, പകർച്ച ഉണ്ടാകട്ടെ, ഒരു ഇമ്പാർട്ടേഷന് ഞങ്ങൾ പകരുന്നപ്പ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ഹലോ, പറഞ്ഞോ. ഞാൻ ഈ സാമ്പത്തിക വിടുതലിനെ കുറിച്ച് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുള്ളതാണ്. പക്ഷെ എങ്കിലും ഈ നമ്മുടെ കൂട്ടായ്മയിലുള്ള വിദ്യകളോടും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് 2019 സംഭവിച്ച കാര്യമാണ്. ഞാനിപ്പോൾ കഴിഞ്ഞ ഇടയ്ക്കും കൂടി ഞാൻ പ്രഥമ നമ്മൾ സംസാരിച്ച സമയത്ത് ഈ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഒന്നാമത് നമ്മുടെ ഈ സാമ്പത്തിക വിടുതല് ബിസിനസ് ചെയ്യാൻ പറയുന്നുണ്ട്. താനത് ലഭിച്ചവൻ അത് വ്യയം ചെയ്ത് അവൻ വീണ്ടും 10 കൂടി സമ്പാദിച്ചു എന്ന് പറയുന്ന ഒരു ഭാഗം ഇന്ന് ബ്രദർ പറഞ്ഞിരുന്നു. അപ്പോ 2, നമ്മുടെ ഈ മലാക്കിയുടെ പുസ്തകം, മലാക്കി പ്രവചനം 3-ാം അധ്യായത്തിലെ 10-ാമത്തെ വാക്യത്തിലായി പറയുന്നു, നമ്മുടെ എൻ്റെ ആലയത്തിലേക്ക് നിങ്ങൾ ആഹാരത്തെ കൊണ്ടുവരും എന്ന് പറയുന്ന ഭാഗമുണ്ട്. അതുമാണ്. 2, നമ്മൾ ദശാംശം കൊടുക്കുന്നതിനെ പറ്റി കർത്താവ് പറയുന്നുണ്ട്. ദശാംശം കൊടുക്കുന്നതിനെ പറ്റി എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ അത് നമുക്ക് ആ ഒരു രീതിയിലേക്ക് വരണ്ട. പക്ഷെ നമ്മുടെ കൊടുക്കാനുള്ള ഒരു മാനസിക സ്ഥിതിയെ കർത്താവ് നോക്കുന്നുണ്ട്. കാര്യം കർത്താവിന് പൈസ കൊണ്ട് യാതൊരു ആവശ്യമില്ല. കാരണം നമുക്ക് വരുന്ന പൈസ മുഴുവൻ കർത്താവിൻ്റെതാണ്. നമുക്ക് വരുന്നത് നമുക്ക് ഇപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു, നിങ്ങൾ സൗജന്യമായി കൊടുക്കുകയാണ്. ഞാനത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2019 ഒരു സുവിശേഷകൻ വന്ന് പാലക്കാട് വന്ന്, ഞാൻ എൻ്റെ വൈഫും ഉണ്ട്. അപ്പോൾ ഒരു കോട്ടയത്ത് ഒരു ചർച്ചിന്റെ വലിയൊരു ആലയൊക്കെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് സംഭാവന ചോദിച്ചു. അപ്പോൾ വലിയൊരു തുക ചോദിച്ചു. വലിയ തുക എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. എങ്കിലും അത് 1-2-3 പേര് ഏതാണ്ട് അപ്പോൾ ഒരു തയ്യൽ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു സഹോദരി അതെടുത്ത് അത്രയും തുക വാഗ്ദാനം ചെയ്ത് ഫസ്റ്റ് ചാടി കഴിഞ്ഞിട്ട് അവർക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എനിക്കെന്തുകൊണ്ട് ആയിക്കൂടാന്ന് പറഞ്ഞ് ഞാനും ഒരു ചാടി എടുത്തു. അതെങ്ങനെ കൊടുക്കും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ലക്ഷ്യം ഒന്നുമില്ലായിരുന്നു. 2017 or 18 നമ്മുടെ സംഗതി 18 എനിക്ക് തോന്നുന്നു. 18 എന്നിട്ട് അത് ഞാൻ 2018 ജനുവരിയിൽ ഉണ്ടായ കാര്യം. 2018 തന്നെ അത് വൈഫിന്റെ സ്വർണ്ണവും മറ്റു കാര്യങ്ങളും പിന്നെ ലോണൊക്കെ എടുത്ത് ഇതങ്ങോട്ട് കൊടുത്തു. പിന്നീട് ഉണ്ടായത് ഈ തുക കൊടുത്തു കഴിഞ്ഞ സമയത്ത് കർത്താവ് മാർഗത്തിൽ കടക്കാരനല്ല, അതിന്റെ 7 മടങ്ങിലേറെ തുകയാണ് എനിക്ക് അടുത്ത വർഷം ലഭിച്ചത്. അത് ഞാൻ എൻ്റെ ചർച്ചിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ദശാംശം കൃത്യമായി കൊടുത്തിട്ടുണ്ട്. കൃത്യമായി നമ്മൾ ദശാംശം കൊടുത്തിട്ടുണ്ട്. ലഭിക്കുന്ന ഓരോ കാര്യത്തിന്റെ ദശാംശം കൃത്യമായി നമ്മൾ കൊടുത്തിട്ടുണ്ട്. കർത്താവ് അത് കാണുന്നുണ്ട്. ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് നിറച്ച് തരും. ഈ ഒരു സാക്ഷി ഞാൻ പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണോ അതിന്റെ മുമ്പത്തെ ആഴ്ച നമ്മൾ ബ്രദറുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്ത ഈ ഒരു കാര്യം. അപ്പൊ അതെല്ലാവരുടെ ജീവിതത്തിലും അതൊന്നും സംഭവിക്കട്ടെ. കർത്താവ് ആർക്കും കടക്കാരനാണ്. നിങ്ങൾ കൊടുത്തോ, കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾ കൊടുത്തോ, നിങ്ങൾക്കത് 100 ഇരട്ടിയെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ട് ഇതിനാൽ നിങ്ങൾ എന്നെ പരീക്ഷിക്കണമെന്നാണ് വചനം പറയുന്നത്. അത് അപ്രകാരം എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്ന ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ സാക്ഷ്യത്തിനായി നന്ദി. ഇനി സമൃദ്ധി ഉണ്ടാകട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ബ്രദറെ, പറയാം. ഞാന് ഹലോ
ഹലോ പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. ബ്രദറെ, ഞാൻ ഈ പ്രാർത്ഥിക്കാനായിട്ട് അധികം ദിവസം ആയില്ല, കയറുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബ്രദർ പറഞ്ഞതുപോലെ വാക്യമൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കൊരു മുട്ടിനൊരു ചെറിയ വേദന ഉണ്ടായിരുന്നു. പിന്നെ പല വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ജോലിക്ക് പോയ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ആ മുട്ടുവേദനയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുന്ന സമയത്ത് കുറച്ചങ്ങോട്ട് പോയി എണ്ണിക്കാറാകുന്ന സമയത്താണെന്ന് തോന്നുന്നു പെട്ടെന്ന് യേശുപ്പച്ചന്റെ മുഖം ഇങ്ങനെ തിരിഞ്ഞ് എന്നെ നോക്കി ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നി കേട്ടോ. അതെനിക്ക് ഇവിടെ പറയണോ പറയണ്ടയോന്ന് അറിയില്ല. അത് ആ വേദന അങ്ങ് പോയി, അപ്പൊ തോന്നുന്നു അങ്ങ് പോയി. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അപ്പൊ അതൊന്ന് പറയണോ എന്നുള്ള ഒരു ഇതിൽ ഞാൻ നിൽക്കുകയായിരുന്നു. ഇന്നലെ ആയിരുന്നു ഉണ്ടായത്. താങ്ക് യു എത്ര ജീസസ്. നാളായിട്ടുള്ള വേദനയായിരുന്നു സിസ്റ്ററെ? എത്ര നാളായിട്ടുള്ള വേദനയായിരുന്നു? വേദന അന്ന് എനിക്ക് കുറച്ചു നാളായിട്ട് ഒരു ശബ്ദമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു കറകറ ശബ്ദമാണ് ഉണ്ടാകുന്നത്. ഇടയ്ക്കൊക്കെ വേദന വരത്തുള്ളൂ. വേദന പിന്നെ അങ്ങ് പോകാറുണ്ട്. അന്നേരം ഒരു വേദന ഉണ്ടായിരുന്നു. ആ വേദന അന്നേരം അങ്ങ് പോയി. ആമേൻ. തീർച്ചയായിട്ടും കർത്താവിന്റെ വലിയൊരു സ്പർശനത്തിന് സിസ്റ്റർ പറഞ്ഞ പോലെ കർത്താവിന്റെ ഒരു മുഖം, നമ്മൾ പറഞ്ഞില്ലേ യേശു ക്രിസ്തുവിന്റെ സ്പർശനം പല വിധേനയാണ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സ്പിരിച്വൽ എക്സ്പീരിയൻസുകൾ, വചനം എന്ന് പറഞ്ഞാൽ കേൾക്കുക മാത്രമല്ല എക്സ്പീരിയൻസ് ആണ്. സിസ്റ്റർ പറഞ്ഞ തന്നെ അപ്പൊ യേശുവിനെ കണ്ടത് ഒരു സംശയമല്ല. കാര്യം കർത്താവ് അത് ഉറപ്പ് കൊടുത്തു. എന്താ ഉറപ്പെന്ന് ചോദിച്ചാൽ എന്നാ ഉറപ്പ്? അവിടെ രോഗം സൗഖ്യമായി. യേശു ക്രിസ്തുവിനെ തന്നെയാണ് കണ്ടതെന്നുള്ളതിന്റെ തെളിവെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേദന അവിടുന്ന് പൂർണ്ണമായും കർത്താവ് എടുത്തു മാറ്റി അത്ഭുതത്തിലൂടെ കണ്ട ദർശനത്തെ ദൈവം ഉറപ്പിച്ചു. ആമേൻ. സിസ്റ്റർ പറഞ്ഞോണ്ട് തന്നെ കർത്താവ് സൗഖ്യം തന്നപ്പോൾ തന്നെ തോന്നലല്ല, യേശു തന്നെയാണ്. കർത്താവ് തൊട്ടു പ്രേമ കൊടുത്ത ആ ഒരു സൗഖ്യത്തിലൂടെ യേശു അവിടെ ഉണ്ടെന്ന് തെളിയിച്ചു കൊടുത്തു. ഇനിയും പ്രാർത്ഥിക്കുക. നന്ദി കർത്താവേ. ഹലോ ആമേൻ. ബ്രദർ സുമേഷ്. ഹലോ പറഞ്ഞു പറഞ്ഞു സിസ്റ്റർ പറഞ്ഞു ആ പറഞ്ഞു. ബ്രദർ, മിനിഞ്ഞാന്ന് അനുജത്തിയുടെ മകള് ജാസ്മിന്റെ കാര്യം പറഞ്ഞല്ലോ, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് ഗർഭിണിയാണ്. അപ്പൊ അവളുടെ വിഷയത്തെ കുറിച്ചിട്ട് പറയാൻ പറഞ്ഞു. കർത്താവ് അവളെ സ്പർശിക്കുന്ന കാര്യം, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടെന്നുള്ളത്. ഞാൻ അവളോട് അത് വിളിച്ച് പറഞ്ഞു. പക്ഷെ ഇന്ന് ഇപ്പൊ ഞാൻ ഈ പ്രേരണ കൂടിയതിനു ശേഷമാണ് എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ഞാൻ വിളിച്ച് ചോദിക്കണം ഇത് കഴിഞ്ഞിട്ട്. അവൾക്ക് പെട്ടെന്ന് വയറിന് അസ്വസ്ഥമായിട്ട് അവിടെ ബോംബെയിലെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയെന്ന് പറഞ്ഞു. ബ്രദറിനൊക്കെ പ്രാർത്ഥിക്കണം. കാരണം അവള് കല്യാണം കഴിഞ്ഞിട്ട് 8 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കൊച്ചുണ്ടാവുന്നത്. അപ്പൊ ആദ്യത്തെ കൊച്ചാണ്. അവള് ഭയങ്കര ഭയത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം. അവൾ അഡ്മിറ്റ് ആണ്. വയറ്റിന്ന് ദ്രാവകം പോകുന്നുണ്ട്. പ്രസവത്തിന് സമയമായിട്ടില്ല. ജൂലൈ മാസമാണ് ഡോക്ടർ സമയം പറഞ്ഞിരിക്കുന്നത്. 1 മാസത്തിൽ മേലെ ഇനിയുണ്ട്, ഡേറ്റ് ഉണ്ട്. പ്രാർത്ഥിക്കണം ആപത്തില്ലാതിരിക്കാൻ വേണ്ടി. തീർച്ചയായിട്ടും ധൈര്യമായിട്ട് ദൈവാത്മാവ് ആ പെൺകുട്ടിയുടെ പേര് വെളിപ്പെട്ടത്. എത്ര പേര് ഇന്നലെ ആ പേര് കേട്ടായിരുന്നു ദൈവാത്മാവ് വെളിപ്പെടുത്തിയത്? ജാസ്മിൻ. കർത്താവ് അത് വെളിപ്പെടുത്തിയത് നശിക്കാനല്ല. സിസ്റ്ററെ ധൈര്യമായിട്ടിരുന്നോ, പ്രാർത്ഥിച്ചോണം. ദൈവം അത് ഓർമ്മപ്പെടുത്തി കേട്ടോ. ഇനിയിപ്പം ഇന്നലെ ഇത് പറയുന്ന സമയത്ത് സൗകര്യക്ക് ഒരു കുഴപ്പമില്ല. സിസ്റ്റർ ഇന്നലെ പറഞ്ഞത് ഞാൻ കേട്ടായിരുന്നു. ഞങ്ങൾ വൈകുന്നേരം കൂടെ സംസാരിച്ചുള്ളൂ. പക്ഷെ ഇന്ന് ഹോസ്പിറ്റലിൽ കയറിയെങ്കിൽ അതിന്റെ അർത്ഥം ദൈവം കരുതുന്നുണ്ട്. ഭാരപ്പെടണ്ട. നമുക്ക് ഒരുമിച്ച് ഒന്ന് ബ്ലസ് ചെയ്യാം. കർത്താവേ, അങ്ങ് ആലോചനയിൽ വിശ്വസ്തനാണല്ലോ. അങ്ങ് ആലോചന ഞങ്ങളോട് പറഞ്ഞതാണല്ലോ. ആ മകൾക്ക് ഒരാപത്തോ അനർത്ഥോ മകൾക്ക് മാത്രമല്ല ഉദരത്തിലായിരിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ആ ഒരു പെൺ തലമുറയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വാക്തത്വം പുറത്തു വരട്ടെ. ആപത്ത് അനർത്ഥം കൂടാതെ അത് പുറത്തു വരട്ടെ. പ്രാർത്ഥിച്ചെന്ന് അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ബ്രദർ, ഞാനും പറഞ്ഞോട്ടെ. പറഞ്ഞു. ഞാനൊരു വസ്തു വിൽക്കുന്ന വിഷയത്തിനെ പറ്റി നമ്മൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. നമ്മൾ പ്രാർത്ഥിച്ചിരുന്നു. അപ്പൊ അതിനകത്ത് ഞാനൊരു സ്വപ്നം കണ്ടത്, ആ വസ്തുവിന്റെ നടുക്കൂടെ ഒരു റെയിൽവേ ട്രാക്ക് പോകുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മൂത്ത കൊച്ചും അതിനകത്ത് അങ്ങനെ അവിടെ നിൽക്കുന്ന ഒരു സ്വപ്നം പോലെ കണ്ടു. പക്ഷെ എനിക്ക് അതിന്റെ അർത്ഥം ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു സ്വപ്നം ഇപ്പം കണ്ടതല്ല, കുറച്ച് നാളായി ഇത് കണ്ടിട്ട്. അപ്പൊ എനിക്ക് അതിന്റെ അർത്ഥമൊന്നും അതിന് മനസ്സിലാകുന്നില്ല. പിന്നെ രണ്ടാമത് വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ എൻ്റെ ഇളയ മോൾക്ക് തലമുറയില്ല. അപ്പൊ ആ വിഷയം ഓർത്ത് പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കാം. മോളുടെ വിഷയത്തിൽ ഞാൻ വചനം അയച്ചു തന്നില്ലായിരുന്നു ആന്റിക്ക്? കഴിഞ്ഞ വാക്യം അയച്ചു തന്നില്ല. ഓക്കെ, ഞാൻ വാക്യം അയച്ചു തരാം. ആ വചനം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവ് തലമുറയെ തരും.
ആ കർത്താവ്, ഞങ്ങൾ ആ വസ്തുവിന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ ബ്ലോക്കുകളും മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിലെ തടസ്സം മാറിപ്പോകട്ടെ. അതിന് മുമ്പിൽ വിലങ്ങായി നിൽക്കുന്നതെല്ലാം മാറിപ്പോകട്ടെ. തടസ്സങ്ങളെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, പുറത്താക്കുന്നു. നന്മയുണ്ടാകട്ടെ, നന്മയുണ്ടാകട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്താ പറഞ്ഞേ പറഞ്ഞു എന്താ പറഞ്ഞേ പറഞ്ഞു എന്താ വസ്തുവിന്റെ വിഷയം പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞേ? ഒന്നുമില്ല. ധൈര്യമായിട്ടിരിക്കുക. ബ്ലോക്കുകളെ കർത്താവ് എടുത്ത് മാറ്റി കേട്ടോ. ബ്ലോക്കുകളെ ഓക്കെ ദൈവം ഓക്കെ എടുത്ത് മാറ്റി. ഓക്കെ ഓക്കെ. പറഞ്ഞു പറഞ്ഞു. ഞാൻ വാട്സപ്പിലാണെങ്കിൽ ആ പ്രോമിസ് വേഴ്സസ് ഞങ്ങൾക്കും കൂടെ അയച്ചു തരണേ, കാരണം അത് കിട്ടിയില്ലായിരുന്നു. ഓക്കെ. പ്രോമിസ് കഴിഞ്ഞ ദിവസത്തെയാണോ? മുഴുവൻ ഉള്ളതാണോ അതോ ഏതെങ്കിലും സ്പെഷ്യൽ മുഴുവനുള്ളത്. എനിക്കൊന്നുകൂടെ മെസ്സേജ് ഇട്ടേക്കണേ. ഞാൻ എല്ലാവർക്കും അയച്ചുകൊണ്ടിരിക്കും. കുറെ പേർക്ക് ഞാൻ അയച്ചു. എത്ര പേർക്ക് കിട്ടിയായിരുന്നു കഴിഞ്ഞ ദിവസം വചനങ്ങള്? എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഓക്കെ, കിട്ടാത്തവർ എനിക്ക് മെസ്സേജ് അയക്കണം. ഞാൻ നിങ്ങൾ എല്ലാവരും ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ട്, ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ബ്രോഡ്കാസ്റ്റിലാക്കിയിട്ടിരിക്കുകയാണ്. അതിൽ നിന്നാണ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് ചിലപ്പോൾ മിസ്സാകുന്നുണ്ടായിരിക്കും. അപ്പോൾ കിട്ടാത്തവർ എനിക്ക് റിപ്ലൈ തരണം. ഞാൻ നിങ്ങൾക്ക് വീണ്ടും അയക്കുന്നതായിരിക്കും. കഴിഞ്ഞ രാവിലെ കുറച്ച് മുമ്പൊക്കെ ഞാൻ അയച്ചുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയത് കുഴപ്പമില്ല. എന്തോ പറഞ്ഞു? 815 79 കാണിക്കുന്ന നമ്പറാണോ ബ്രദറെ വാട്സാപ്പ് നമ്പർ? 815 അത് തന്നെ. താഴെ സ്ക്രോൾ ചെയ്ത് പോകുന്നുണ്ടല്ലോ, താഴെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. അത് തന്നെയാണ്. അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയോ? അതിലേക്ക് ഞാൻ മെസ്സേജ് പുതിയ അയച്ചാൽ മതി. ആളാണേ. കുഴപ്പമില്ല, ധൈര്യമായിട്ട് അയച്ചു. നിങ്ങൾ കോൾ ചെയ്യുമ്പം ടൈം ഒന്ന് അയക്കണം. കാര്യം ഞാനിപ്പോൾ അവിടെ ഇന്ത്യയിലല്ല. അപ്പോൾ അതുകൊണ്ട് കോൾ ചെയ്താൽ ചിലപ്പോൾ കിട്ടാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് വോയിസ് റെക്കോർഡ് അയക്കുക, പ്രയർ റിക്വസ്റ്റുകളൊക്കെ. ഞാൻ ടൈം ഇപ്പം തന്നെ ഞാനിപ്പോൾ വിളിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം 5:30 അപ്പോൾ നാട്ടിലെ സമയം ഒരു കാര്യം കൂടി, ഇപ്പൊ ഈ വ്യത്യാസം. സ്ക്രീനിൽ കാണിക്കുന്ന വചനം ഏത് റെഫറൻസാ ബ്രദറെ? ഇപ്പൊ ഞാൻ മത്തായിയുടെ പറഞ്ഞിരിക്കുന്ന സുവിശേഷം മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 10-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷം 10-ന്റെ 7-8 വാക്യങ്ങളാണ്. താങ്ക് യു ബ്രദർ. അപ്പം ഞാൻ നിങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നിങ്ങൾ പ്രയർ ലിങ്കുകളെ അനേകർക്ക് അയച്ചു കൊടുക്കുക. ഞാൻ വീണ്ടും പറയുന്നു, തകർന്നിരിക്കുന്ന കുടുംബങ്ങൾ യേശുവിലൂടെ നിങ്ങളിലൂടെ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകുമ്പം അവർക്ക് നിങ്ങളൊരു പ്രയർ എനിക്കറിയാം നിങ്ങൾ അയക്കുന്നുണ്ട്. എനിക്കറിയാം നിങ്ങളെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കും. നിങ്ങളെല്ലാവരും ചെയ്യുന്നവരാണ്. ഇനിയും ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ തകർന്നിരിക്കുന്ന ഒരു വ്യക്തി യേശു മുഖാന്തരം അനുഗ്രഹിക്കപ്പെട്ടാൽ ആ അനുഗ്രഹം നമ്മുടെ മേലും വരും. ഒരു വ്യക്തി നിങ്ങളിലൂടെ അനുഗ്രഹിക്കപ്പെട്ടാൽ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ചിന്തിക്കും, ആ വ്യക്തിയോട് ഞാൻ സുവിശേഷം പറഞ്ഞ എന്നാ ഗുണം? ആ വ്യക്തി ദൈവം ആർക്കും കടക്കാരനല്ല, പ്രതിഫലം തരുന്നയാളാ. പറഞ്ഞ സുവിശേഷ നിമിത്തം എന്ത് ചെയ്താലും അതിന് പ്രതിഫലമുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ഈ പ്രയർ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. അവർ പ്രാർത്ഥനകളായിട്ട് അവരെ നിർബന്ധിക്കുക. പ്രയറുകൾ വരണം. സഭ കൂടാനല്ല, യേശുവിലേക്ക് വരാനാണ്. തകർന്ന അവസ്ഥകൾ മാറി, രോഗികൾ സൗഖ്യമാകും, ഭൂതങ്ങൾ പുറത്തു പോകും, നന്മയുണ്ടാകും, ആത്മഹത്യകൾ മാറിപ്പോയിരിക്കും. യേശു ജീവിക്കും. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും സാക്ഷ്യം പറയാനുണ്ടോ? ഉണ്ട് ബ്രദറെ. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ലൗലിയാന്റെ ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഹലോ, പറ്റുന്നുണ്ട്. എനിക്ക് വോയിസ് അയച്ചായിരുന്നോ? വോയിസ് അയച്ചില്ല. ഞാൻ വോയിസ് അയക്കാൻ ഒരുങ്ങിയതാണ്. വോയിസ് അയച്ചേക്കാന്ന് ഓർത്ത്. കാരണം ഇതെല്ലാരും കേൾക്കണം. അമ്മയ്ക്ക് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു. അപ്പോ എല്ലാരും പറഞ്ഞു അമ്മയ്ക്ക് പ്രൊലാപ്സിന് റിങ് ഇട്ടതിന്റെ പ്രശ്നങ്ങളാണ്, അതിന്റെയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചാ പോയി. അവിടെ കിടത്തിയാൽ ആരുമില്ല കൂടെ നിൽക്കാനും അമ്മയുടെ വാശിക്കുമൊക്കെ. ഞാൻ പറഞ്ഞു കർത്താവ്, ഇവിടുന്ന് അവിടെ വരെയും ഭജനം ചൊല്ലി പ്രാർത്ഥിച്ചു. അവിടെ ചെന്ന് പരസ്യമായിട്ടാണ് അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു ഒരു കുഴപ്പം, അതിൻ്റെതായ ഒരു ഇൻഫെക്ഷനും ഇല്ല അമ്മ, വെള്ളം കുടിക്കാത്തതിന് ഇൻഫെക്ഷൻ മാത്രമേ ഉള്ളൂ. അത് മരുന്ന് കഴിക്കാൻ ഞാനിപ്പോൾ ആ റിങ്ങിങ് എടുത്തിട്ട് ആൻറ്റി ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും കൊണ്ടുപോയി ഞാൻ വേറെ ഇട്ട് തരാൻ, ചെറുത് അമ്മയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു വിട്ടു. ഞാൻ വലിയ സാക്ഷ്യമാണത്. കാരണം അമ്മയുടെ അവസ്ഥ അതുപോലത്തെ കൊണ്ടുപോയത്. പക്ഷെ ഇപ്പൊ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഈ വെള്ളം കുടിക്കാത്ത പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളെങ്കിൽ എൻ്റെ കർത്താവ് ഒരുപാട് കാത്തു. ആരും ഇല്ലാത്തത് ഞാനും അമ്മയും തനിച്ചായി പോയ ഒരു വീടാണിത്. അപ്പോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇപ്പൊ ബ്രദർ കഴിഞ്ഞ ദിവസം പറഞ്ഞു നമ്മ തനിയെ പോയി മൂത്രം ഒഴിച്ചു. അതൊരു വലിയ സാക്ഷ്യം. 91 വയസ്സുണ്ട് അമ്മയ്ക്ക്. ഇച്ചിരി പിടിവാശിയൊക്കെ ഉണ്ടെന്നില്ല, എന്നാൽ പോലും നമ്മുടെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടക്കാൻ തക്കവണ്ണം ദൈവം ഒരുപാട്
ആമേൻ. തീർച്ചയായിട്ടും ലവ്ലി തന്നെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസം വലിയ ഭാരപ്പെട്ട ഒരു വിഷയമായിരുന്നു അമ്മയുടെ കാര്യം. എന്നാൽ കർത്താവ് തൊട്ടു. ആ വലിയ ആപത്തോ അനർത്ഥങ്ങളോ ഒന്നും കൂടാതെ ആശ്വാസമാകുവാൻ ദൈവം കൊടുത്തതിന് നന്ദി. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. 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 കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ ആരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദർ പ്രേയറിന്റെ സമയത്ത് ശ്രുതി എന്ന് പറയുന്ന ഒരാളുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു. എന്റെ പേര് ശ്രുതി എന്ന്. എനിക്ക് അപ്പൊ നെറ്റ് അല്ല കട്ടായത്. ഞാൻ നമ്മുടെ ആ സഹോദരിക്ക് വേണ്ടിയാണ് പറഞ്ഞത്. കുറച്ചു മുമ്പേ ആ ഒരു ഇത് പാസ്വേഡ് വെളിപ്പെടുത്തി സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ട ആ സഹോദരിയുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു പറഞ്ഞത് ആലോചന. ആ സഹോദരിയായിട്ട് ബന്ധപ്പെട്ട് ശ്രുതി എന്ന് പറഞ്ഞ ഒരാളെ ദൈവം അനുഗ്രഹിക്കും എന്നാ പറഞ്ഞത്. കണക്ഷനാണ്. അതാണ് ഞാൻ ആ സമയത്ത് പറഞ്ഞത്. ഓക്കെ സിസ്റ്ററെ, ഞാനൊരു കാര്യം പറയാം. ആ പാസ്വേഡ് ദൈവാത്മാ വെളിപ്പെടുത്തി ആൻറ്റി ശ്രദ്ധിച്ചോണം. പാസ്വേഡ് ഇന്ന് തന്നെ മാറ്റിക്കോണം. കാര്യം വെച്ചാൽ ഇതിൽ ഓൺലൈനിൽ പൊക്കോണ്ടിരിക്കുകയാണ്. ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കാണുമായിരിക്കും. നമ്മൾ തമ്മിൽ നേരി പരിചയമില്ല. പക്ഷെ നിങ്ങൾ അറിയാവുന്ന ആരെങ്കിലും ഒക്കെ ഇത് എപ്പോഴും കേൾക്കാൻ സാഹചര്യം ഉണ്ടായ പാസ്വേഡുകൾ ഒന്ന് ചേഞ്ച് ചെയ്തു. ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്ന കാര്യങ്ങളെ വെച്ച് ദൈവം നമ്മളോട് സംസാരിക്കും. നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയാണ്. അത് കഴിവതും മാറ്റിക്കോണം. കർത്താവിന്റെ കൃപയാൽ അത് മാറ്റണം. മറ്റാർക്കും എന്ത് ചെയ്തത് മാറ്റി. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ബ്രദറെ, എനിക്കൊരു സാക്ഷിയുണ്ട്. വേഗത്തിൽ ഞാൻ പറഞ്ഞു. രണ്ടുപേര് പറയുന്നുണ്ട്, ഒരാളില്ലേ? ഞാൻ ഇന്നലെ വാക്കിംഗ് സ്റ്റിക്ക് ബ്രദർ പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ ചാടി എഴുന്നേക്കാൻ പറഞ്ഞ് ഞാൻ എഴുന്നേറ്റ് ഞാനത് സ്വീകരിച്ചായിരുന്നു. ഇന്ന് ഞാൻ ചർച്ചിൽ പോയി. പിന്നെ ഇന്ന് പിന്നെ സ്റ്റിക്ക് ഇല്ലാണ്ടാണ് ഇന്നും വീട്ടിൽ കൂടെയൊക്കെ നടക്കുന്നതും ഒക്കെ. ഇപ്പൊ എനിക്ക് സുഖമായി. ആമേൻ. ഇത് വലിയ അത്ഭുതമാണ് കേട്ടോ. ദൈവാത്മാവ് ഇന്നലെ ഒരു ആലോചന പറഞ്ഞായിരുന്നു. വാക്കിംഗ് സ്റ്റിക്കുകളൊക്കെ ദൈവം പൂർണ്ണ സൗഖ്യം തരുന്നത്. എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞ്. എത്ര നാളായിട്ട് വാക്കിംഗ് സ്റ്റിക്ക് ഉപയോഗിക്കുന്നതായിരുന്നു? ഞാന് 3 മാസമായി. എനിക്കൊരു ലെഗ്മെന്റ് ഇഞ്ചുറി വന്നതാണേ. മുട്ടിനകത്ത് ഇഞ്ചക്ഷനും ഒക്കെ എടുത്തു. എന്നിട്ടും എനിക്ക് വേദനയായിരുന്നു, തീരെ വയ്യായിരുന്നു. അപ്പം ഇന്നലെ പിന്നെ ഞാൻ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് എഴുന്നേറ്റ് വാഷ്റൂം പോയി തിരിച്ച് വടിയും കുത്തി വന്നപ്പോഴാ പിന്നെ ബ്രദർ പറഞ്ഞത്. എന്നിട്ട് പിന്നെ ഞാൻ രാവിലെ എണീറ്റ് മുട്ടയിൽ നിന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ചർച്ചിൽ അവനൊരു വലിയ സാക്ഷി. ഇത് വലിയ സാക്ഷ്യമാണ്. ലെഗമെന്റ് കംപ്ലൈന്റ് ആയിട്ട് അത് പറഞ്ഞ് ഓർക്കുന്നുണ്ട്. അത് വാക്കിംഗ് സ്റ്റിക്കും ആയിട്ടാണ് ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൽ ആലോചന പറഞ്ഞത്. വാക്കിംഗ് സ്റ്റിക്കിൽ എടുത്ത് മാറ്റിക്കോ, യേശു സൗഖ്യമാക്കുന്നു പറഞ്ഞപ്പോൾ ആൻറ്റി അത് അപ്പം തന്നെ ഏറ്റെടുത്തെന്ന് പറഞ്ഞു. നിങ്ങൾ കേട്ടല്ലോ ആ സാക്ഷ്യം. അതെല്ലാം പൂർണ്ണ സൗഖ്യമാക്കി നടന്ന് ചർച്ചിൽ പോയി മുട്ട ഇരുന്ന് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതം ചെയ്തതിന് നന്ദി പറഞ്ഞു. ആമേൻ. 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 യേശു അത്ഭുതമാണ്. ബ്രദറെ, എന്റെ മോക്ക് 2 വർഷമായി. മോക്ക് കല്യാണം പറയുന്നു, ശരിയാകുന്നില്ല. ഒന്ന് പ്രാർത്ഥിക്കാമോ? 2 വർഷമായി കല്യാണം പറയുന്നു. ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പോ കർത്താവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇന്ന് മകളല്ലേ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പോ തക്ക തുണയെ ഞാൻ അയച്ചു തന്ന വചനത്തിന്റെ ആ വാക്യമുണ്ട് ഉൽപ്പത്തി, തക്ക തുണയെ തന്ന ദൈവം യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ആ നന്മയ്ക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ദുരാത്മകളും ഞങ്ങൾ പുറത്താക്കുന്നു. വഴി തുറക്കട്ടെ. നല്ല അനുയോജ്യമായൊരു തക്ക തുണ കുടുംബത്തിലേക്ക് കയറി വരട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശുവിനത് സെപ്റ്റംബർ എന്നൊരു മാസം കർത്താവിനെ എടുത്തു കാണിക്കും കേട്ടോ. ആ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് സെപ്റ്റംബർ ഏറ്റെടുത്തു. കർത്താവിന്റെ വലിയൊരു പ്രവൃത്തി വെളിപ്പെടും യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. സാക്ഷിയുള്ളൊരു വേഗത്തിൽ പറഞ്ഞു. ഹലോ ബ്രദറെ. ഹലോ, പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മളൊരു ആക്സിഡന്റ് കേസിൽ വന്നില്ലേ, ഒരു 20 വയസ്സുള്ള ഫെബിൻ ജോൺ എന്ന് പറയുന്നേ. അപ്പം ഐസിന്ന് മാറ്റി ഇപ്പം വാർഡിലേക്ക് ആക്കി. പൂർണ്ണ സൗഖ്യം വിടുതലും കിട്ടിയെന്ന് സാക്ഷ്യം പറയണമെന്ന് ആ ബ്രദർ വിളിച്ചു പറഞ്ഞു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി. 2 ദിവസം കഴിയുമ്പം ഭവനത്തിൽ പൊക്കോളം പറഞ്ഞിട്ടുണ്ട് ബ്രദറെ. ആമേൻ. വലിയൊരു അത്ഭുതം തന്നെയാണ്. കാര്യം വെന്റിലേറ്ററിലായിരുന്നു, അവൻ ICUലായിരുന്നു. ആക്സിഡന്റ് നിമിത്തം സംസാരിക്കാൻ പോലും വല്ലാത്തൊരു സ്റ്റേജ് ആയിരുന്നു. പക്ഷെ യേശു തൊട്ടു, ആ മകനെ സൗഖ്യമാക്കിയല്ലോ. എന്റെ ദൈവമേ, പ്രാർത്ഥനാ വിഷയത്തെ ദൈവം ഏറ്റെടുത്തതെന്ന് കർത്താവേ. ആമേൻ. മറ്റാരെങ്കിലും സാക്ഷ്യമുണ്ടോ?
മറ്റാരും ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. നിങ്ങൾ അനേകർക്ക് ഈ പ്രാർത്ഥന ലിങ്ക് കൊടുക്കും. ഇപ്പൊ കേട്ടില്ലേ, വാക്കിംഗ് സ്റ്റിക്കിലായിക്കോട്ടെ, രോഗബന്ധനമായിക്കോട്ടെ, തടസ്സങ്ങളായിക്കോട്ടെ, യേശു മാറ്റും. നിങ്ങൾ അനേകർക്ക് ഈ വചനങ്ങളെ കൊടുക്കുക. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ നമ്മൾ യേശുവിലേക്ക് ആളുകളെ കൊണ്ടുവരുമ്പം യേശു അവരുടെ തകർന്ന അവസ്ഥകളെ മാറ്റും. പ്രതിഫലം നിങ്ങൾക്കുണ്ട്. ഈ ശുശ്രൂഷിക്കുന്ന എന്നെയും ദൈവം മാനിക്കും, നിങ്ങളെയും ദൈവം മാനിക്കും, നമ്മളെയും ദൈവം ഉയർത്തും. എന്തുകൊണ്ടെന്നാൽ കർത്താവായ യേശു ആർക്കും കടക്കാരനല്ല. അവൻ അത്ഭുത മന്ത്രിയാണ്. ഇന്നും പ്രവർത്തിക്കും. രോഗത്തിന്റെ മേൽ, ശാപത്തിന്റെ മേൽ, പിശാചുക്കളുടെ മേൽ യേശു നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. കർത്താവ് നമ്മളെ സഹായിക്കും. നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മറ്റാരും സാക്ഷ്യത്തിനായിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രഖ്യാപനങ്ങൾ ഏറ്റുപറയാം. മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നുകൊണ്ട് കർത്താവ് എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചാട്ടെ.